എല്ലാവർക്കും IFPHന്റെ 1478 ദിവസത്തെ മലയാളം വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ TG മനോജ് കുമാർ. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഔപചാരികതകളോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തലുകളോ ആവശ്യമില്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിതനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ TG മനോജ് കുമാർ. അദ്ദേഹം കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ MO ആയിട്ട് പ്രവർത്തിക്കുന്നു. 26 വർഷത്തെ ചികിത്സാ അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ വിഷയം മൃഗപരിപാലനത്തിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് IFPH ധാരാളം സെഷൻസ് വെച്ചിട്ടുണ്ട്. പ്രത്യേക ഡോക്ടർ മുസ്തഫ എന്ന അത്ഭുത മനുഷ്യന്റെ ധാരാളം അത്ഭുത പ്രവൃത്തികൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ആരും പ്ലാസിബോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് ആരും പറയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടിയുണ്ട് മൃഗങ്ങളുടെ എണ്ണം. ഇതിനെല്ലാം തന്നെയുള്ള സാമ്പത്തികമായുള്ള ഒരു സ്വാധീനം വളരെ വലുതാണ്. വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹോമിയോപ്പതിയുടെ എന്താ പറയുക ശക്തി തെളിയിക്കാനുള്ള വലിയൊരു മേഖലയാണ്. മാത്രമല്ല, നമ്മുടെ മരുന്ന് കമ്പനികൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ധാരാളം ഫണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവരുടെ മെഡിസിന്റെ സെയിൽസ് വളരെ കൂടാനും അത് ഹോമിയോപ്പതിയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും വരെ അത് കാരണമാകും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടർ മനോജ് കുമാറിനെ ശ്രവിക്കാം. ഡോക്ടർ മനോജ് കുമാറിനെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരും ബഹുമാനപ്പെട്ടവരുമായ IFPHന്റെ അംഗങ്ങളെ, നേരത്തെ മുസ്തഫ ഡോക്ടറിന്റെ ക്ലാസ് പലപ്പോഴും വെറ്റിനറി കേസുകളെ കുറിച്ച് വളരെ ഗംഭീരമായി കേട്ടിട്ടുണ്ട്. അപ്പം മനോജ് സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഹോമിയോപ്പതി പ്ലാസിബോ ആണ്, പിന്നെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് കൊണ്ടാണ് രോഗം മാറുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വെറ്റിനറി കേസുകൾ എങ്ങനെയാണ് സാറ് മാറുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കാം. അത് മാത്രമല്ല, കേരളത്തിലെ വെറ്റിനറി കോളേജിൽ, ഇപ്പൊ തൃശ്ശൂർ വെറ്റിനറി കോളേജുകളിൽ അവരുടെ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട്, ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് പോസ്റ്റ് PG ഡിപ്ലോമ ആയിട്ടാണ് ഹോമിയോപ്പതി പഠിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തില് ഒരു വെറ്റിനറി കോളേജുകളിൽ ഹോമിയോപ്പതി പിന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് തന്നെ വലിയ ധാരണയില്ല എന്നുള്ളതാണ്. അവര് അലോപ്പതി പിന്നെ മെഡിസിൻസ് അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ധാരാളം വെറ്റിനറി ഡോക്ടർമാർ അവരുടെ കേസുകൾ, പ്രത്യേകിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കേസുകൾ ഫെയിലർ ആകാതെ, പിന്നെ അല്ലെങ്കിൽ കേസ് കൊള്ളാമെന്ന് തോന്നുമ്പോൾ നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ വാട്സ് കേസുകൾ പിന്നെ നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്യാറുള്ളത് അവർ തന്നെയാണ്. അപ്പൊ മുമ്പ് എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, വാട്സ് ഒരു വൈറസ് ഡിസീസ് ആണെങ്കിൽ, ഈ വൈറസ് ഡിസീസ് ആണെന്ന് ഒരാൾക്ക് അറിയാവുന്ന കാര്യമാണ്, പുസ്തകത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വൈറസ് ഡിസീസിനെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അപ്പൊ അടുത്ത ചോദ്യമുണ്ട്, കൊറോണ ഒരു വൈറസ് ആയിരുന്നില്ലേ എന്ന്. അപ്പോ ഒരു വൈറസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്ന് അവരും കൂടി മൗനം സമ്മതം പോലെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും ഈവൻ അലോപ്പതിക്കാർക്ക് പോലും സമ്മതിക്കേണ്ടി വരും നമ്മുടെ അറ്റ്ലീസ്റ്റ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള വാട്സ് മാറ്റുന്ന രീതിയെ കുറിച്ച്. മുമ്പ് നമ്മുടെ പിന്നെ ഹോമിയോപ്പതി ഫ്രട്ടേണിറ്റിയിലെ ഒരു ഡോക്ടർ, അദ്ദേഹം നമ്മുടെ ഈ കൊറോണ ചികിത്സിക്കാൻ കോടതി വിധി നേടിയപ്പോൾ അദ്ദേഹം സമർപ്പിച്ചത് എയ്ഡ്സ് കേസുകളായിരുന്നു. അദ്ദേഹം ട്രീറ്റ് ചെയ്ത പറ്റുമെങ്കിൽ മറ്റൊന്നെങ്കിൽ ഞങ്ങൾക്കും അത് ചികിത്സിക്കാനുള്ള അനുമതി നൽകണം. ഡോക്യുമെന്റേഷന്റെ മുകളിൽ കോടതി അത് അംഗീകാരം ആദ്യമായിട്ട് നേടിയത് അദ്ദേഹമായിരുന്നു. ഇപ്പോ വെറ്റിനറി കേസുകൾ, ഇപ്പൊ മനോജ് ഡോക്ടർ പറഞ്ഞ ആ കേസുകൾ നമ്മൾ സക്സസ് ആകുമ്പോൾ ഇതിനകത്ത് എഫക്റ്റുകളൊന്നും ഇല്ല. കാരണം കുട്ടികളെ ചികിത്സിക്കുമ്പോഴും ഈവൻ പ്ലാന്റ്സിന് മരുന്ന് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ കന്നുകാലികൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴും നമുക്ക് പിന്നെ അതിനകത്ത് വിജയം കാണുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവരുടെ പ്രൂഫ്, അവരില്ലാത്ത എവിഡൻസ് ബേസ്ഡ് ഹോമിയോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ക്യൂറുകളാണ് ഏറ്റവും വലിയ എവിഡൻസ്. പക്ഷെ സോളിഡ് ആയിട്ടുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുന്ന അനുഭവ സാക്ഷ്യം തന്നെയാണ്. ഇപ്പൊ പിന്നെ ഇവന്റെ ഐൻസ്റ്റീന്റെ തലയല്ല, ഈ ഒരാളുടെ തലയില്
ആപ്പിള് വീണു എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ ഭൂഗുരുത്വാകർഷണ ഫലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നു എന്നത് ആദ്യം അംഗീകരിക്കണം. അതിനിപ്പോൾ ഈ സയൻസ് തന്ത്രപൂർവ്വം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ടെക്നിക്ക് ഹോമിയോപ്പതി കൊണ്ട് രോഗം മാറുന്നേ ഇല്ല. മാറുന്നത് സംഭവിച്ചപ്പോൾ ഇത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കേണ്ടത് അവരുടെ ചുമതലയിൽ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ രോഗം മാറലുകളെല്ലാം എന്താണ് പ്രാർത്ഥന കൊണ്ട് അസുഖം മാറുന്നത് പോലെ വെറും പ്രവചനങ്ങൾ പറച്ചിലുകൾ മാത്രമാണെന്ന് പറയാം. പക്ഷെ ഇപ്പൊ അതല്ല. നേരത്തെ പറഞ്ഞ ഇഷ്ടം പോലെ എവിഡൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നേരത്തെ നമുക്ക് സ്കിൻ മാറ്റിയിട്ടുള്ള കുറെ ഫോട്ടോസ് ബിഫോർ ഡ്യൂറിങ് ആഫ്റ്റർ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ അതല്ല. ലാബ് ടെക്നിക് ഇപ്പൊ ഇഷ്ടംപോലെ ലാബ് റിസൾട്ടുകൾ, മരുന്ന് കഴിച്ചിട്ടുള്ള റിസൾട്ടുകൾ, മരുന്ന് കഴിക്കുന്നതിന് മുമ്പുള്ള റിസൾട്ടുകൾ അവർ തന്നെ അവരുടെ ലാബുകളിൽ തന്നെ പരിശോധിച്ചിട്ട് നല്ല സുന്ദര റിപ്പോർട്ടുകൾ നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാൻ പറ്റും. അപ്പോ അങ്ങനെ ആകുന്നത് കൊണ്ട് ഇപ്പോൾ ഇവര് ആദ്യം ഹോമിയോപ്പതിനെ നമുക്ക് അംഗീകരിക്കുകയേ വേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം എതിരൊന്നും പറയാനില്ല. കാരണം ഇവര് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തെളിവുകൾ നമ്മളിങ്ങനെ ഇപ്പൊ നേരത്തെ CCRH പറഞ്ഞല്ലോ, ഇതില് നമുക്ക് നിരത്താൻ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. CCRHന്റെ ഇപ്പൊ അദ്ദേഹം അവതരിപ്പിച്ച ഫൈൻഡിങ്സുകൾ നോക്കൂ, എത്ര കൃത്യമായിട്ടുള്ളൂ. എന്നിട്ട് സ്റ്റിൽ നമുക്കൊരു ചോദ്യം ഉണ്ട്, എങ്ങനെയാണ് നിങ്ങളെ മെഡിസിൻ ഫലിക്കുന്നത് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വളരെ സയന്റിഫിക് ആയിട്ട് നമ്മുടെ മരുന്ന് ഫലിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് സയന്റിഫിക് ആയിട്ടും തീസിസ് വെച്ചിട്ടും എല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് നിങ്ങളുടെ മരുന്നിന്റെ കണ്ടന്റ് എന്ന് ചോദിക്കുമ്പോഴുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിന്റെ പിന്നിലാണ് പലപ്പോഴും നമ്മൾ കുറെ ഹൈപ്പോത്തിസിസ് ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നിലാണ് നമ്മളിങ്ങനെ എന്താ പറയാ ഒന്ന് ആശങ്കയോടുകൂടി നിൽക്കുന്നത്, അതിനെന്ത് പറയും എന്നുള്ളതാണ്. അപ്പൊ വെറ്ററിനറി കേസുകൾ മാറ്റുമ്പോൾ നേരത്തെ പറഞ്ഞോണ്ട് ഞാൻ പല പുതിയ ഡോക്ടർമാർ പിള്ളേർ ഇറങ്ങുമ്പോൾ പറയും, ഹോമിയോപ്പതിയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ അനന്തമായ സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് PG ഉള്ള സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് അക്കാഡമിക് സ്പെഷ്യലൈസേഷൻ ആണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡിസീസിൽ അങ്ങ് എക്സ്പേർട്ട് ആവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ അറിയാം കുറെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായതൊക്കെ ഇങ്ങനെയുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ഒരു ഡിസീസ് വട്ടം മതി, സ്കിൻ ആയിക്കോട്ടെ, ആസ്മ ആയിക്കോട്ടെ, എനിത്തിങ് നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആവും. അപ്പൊ നിങ്ങൾ അതിനായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ എനിക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പല തോണിയിൽ കാല് വെച്ചിട്ട് നമ്മൾ ഈ മാസ്റ്റർ ഓഫ് നൺ ജാക്ക് ഓഫ് ഓൾ എന്നുള്ള അവസ്ഥ എത്തിപ്പോയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ വെറ്റിനറി കേസുകൾ ഇപ്പൊ കുറച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇവിടെ ഇത് കുറെ ഉണ്ടല്ലോ പറയാൻ. അപ്പൊ ധനേഷ് സാറ് സന്തോഷമായി. അപ്പൊ 2-3 ക്ലാസ്സിനുള്ള വഴിയായില്ലേ, കാരണം ഒരു ക്ലാസ്സിൽ തീരുമില്ലേ. അതാണ് സമാധാനം ഉണ്ടായിരുന്നു. ഞാന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കർഷകൻ കുടുംബത്തിൽ ജനിച്ചുള്ള ആളാണ്. എൻ്റെ വീട്ടിൽ 10 പശുക്കളോളം പശുവും കാളകളൊക്കെ ഉണ്ടായിരുന്ന, ഞങ്ങൾക്ക് ധാരാളം വയലുണ്ടായിരുന്നു. അപ്പൊ 2 ജോഡി എന്ന് വെച്ചാൽ 2 ഏർ കാളാന്നാ വരിക. അതിന്റെ കുറെ കോമൺ ടേംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാളകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കണ്ടം പൂട്ടുക എന്നാ പറയാ. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള വിദ്യകളൊക്കെ എനിക്കും അറിയാം. എൻ്റെ അച്ഛനും നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അപ്പൊ ഈ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വന്നു കഴിഞ്ഞാൽ ഈ 10 പശുവിനെ അഴിച്ചിട്ട് ഒരു കുറച്ച് ദൂരെയാണ് അടുത്ത പറമ്പ്, അവിടെ നിന്ന് അഴിച്ച് രാവിലെ ഈ സ്കൂൾ വിട്ടിട്ട് വരുമ്പോ ഇതിനെ അഴിച്ച് ഇതിന്റെ പുറകെ ഇതിനെ തീറ്റിച്ചിട്ട് വേണം 1 മണിക്കൂർ കൊണ്ടാണ് വീട്ടിൽ കയറുക. അപ്പൊ ഈ മൃഗങ്ങൾ അതുപോലെ വീട്ടില് ധാരാളം ഒരു നായ്ക്കളെങ്കിലും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം വീട്ടിൽ വളർത്താൻ പറ്റുന്ന എല്ലാ ജീവികളും ഉള്ള ഒരു വീടായിരുന്നു എന്റേത്. അപ്പൊ മൃഗങ്ങളോട്ടുള്ള ആ ബന്ധങ്ങളും എല്ലാം എനിക്കുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇന്ന് ധനേഷ് സാറോട് പറഞ്ഞു, സാറേ ഇപ്പൊ നേരത്തെ മനോജ് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ സൈക്കോളജിക്കൽ എഫക്ട് എന്ന്. ഞാൻ പറഞ്ഞു, ഈ മൃഗങ്ങൾക്ക് സൈക്കോളജി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനെപ്പോഴും സൈക്കോളജിയെ കുറിച്ച് പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ് കൂടി ആയതുകൊണ്ടാണ്. മൃഗങ്ങളുടെ പിന്നിൽ അവർക്കുമുണ്ട് സൈക്കോളജി. അവർ ജീവികളല്ലേ, അവർക്കും വികാരങ്ങളും എന്താ പറയുക വിചാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നമ്മളതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അവർക്ക് ഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാഷ ഉണ്ടാവും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ. അപ്പൊ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് അവരുടെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അടുത്തിടയ്ക്ക് ഒരു TV-യില് ഒരു വിദേശിയുടെ മിമിക്രീനെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം മൃഗങ്ങളെ വരെ പറ്റിക്കുകയായിരുന്നു. എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ മിമിക്രി കേട്ടിട്ട് മൃഗങ്ങൾ, ഇപ്പൊ നമുക്ക് കാക്കനെ പോലെ കരഞ്ഞിട്ട് കാക്കകളെ വരുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം മൃഗങ്ങളെ പോലും പറ്റിക്കുന്ന രീതിയിൽ മിമിക്രി ചെയ്യാറുണ്ടായിരുന്നു. പറഞ്ഞ മൃഗങ്ങൾ അവരുടെ കൂട്ടുള്ള ആളാണെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാറുണ്ടെന്ന്. മുമ്പ് നമ്മളെ ഈ നളന്ദ തക്ഷശില എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പ്രാചീന സർവകലാശാലയിൽ മൃഗങ്ങളുടെ ഭാഷ പഠിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ശരിക്കും അങ്ങനെ ഒരു ഭാഷ ഉണ്ട്. ആ ഭാഷയെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് അന്നത്തെ കാലത്ത് മൃഗങ്ങളുടെ ഭാഷ ഉണ്ടായിരുന്നു. അത്ര വിക്രമാദിത്യത്തിനകത്ത് മറ്റുള്ളതിനകത്തൊക്കെ കഥകളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതല്ല നളന്ദ തക്ഷശിലയിൽ സിലബസിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അത് അടുത്തൊരു കേട്ട ഒരു അറിവാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ ഇവർക്കും സൈക്കോളജി ഉണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോ ശരിയാണ്,
അവർക്കും ഉണ്ട് ചിന്താശേഷിയും വികാരങ്ങളും വിവേകങ്ങളും ഒക്കെ. ഇപ്പൊ വെറ്റിനറി കേസുകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും, ഇപ്പൊ പ്രാക്ടീസ് പറഞ്ഞ പുതിയ തലമുറയിലെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പേര്, നിങ്ങൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് വെറ്റിനറി ഹോമിയോപ്പതിനെ കിട്ട് ഒന്ന് എക്സ്പെർട്ട് ആവാൻ ശ്രമിച്ചു നോക്കുക. ഇപ്പൊ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഒന്നും വേണ്ടെന്ന്, നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ചികിത്സിക്കുന്ന അതേ രീതിയിൽ തന്നെ അതേ ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒന്ന് ലോജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഒന്ന് വേറിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഉത്തരം നമ്മുടെ വെറ്ററിനറി മെഡിക്കലും നമ്മുടെ പുസ്തകങ്ങളിലും ഒക്കെ കിട്ടും. അപ്പൊ എനിക്ക് സാധാരണ കിട്ടുന്ന കേസിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള പശുക്കളെയാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും വിചാരിക്കുക. പശുക്കളും പിന്നെ പന്നികളെ കിട്ടും, പിന്നെ കോഴി ഉണ്ടാവും, പിന്നെ നായ്ക്കളെ കിട്ടും. ഇപ്പൊ പിന്നെ പെറ്റ്സിനെ ആൾക്കാർ വളർത്തുന്നത്, പിന്നെ ബേർഡ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഈവൻ ഫിഷ് അക്വേറിയങ്ങൾ വലിയ ഇപ്പൊ മത്സ്യകൃഷി നടത്തുന്നുണ്ടല്ലോ, അവരുടെ അക്വേറിയങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള വലിയ കേസുകൾ കിട്ടും. അതൊക്കെ നല്ല ലാഭമുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ അവർക്കും ഹോമിയോപ്പതിക്ക് അതിന്റെ അത്ര റേറ്റ് ഒന്നും അറിയില്ല, നമ്മൾ പറയുന്നതാണ് റേറ്റ്. കാരണം അവർക്ക് അതിനകത്ത് നല്ല പൈസ കിട്ടുന്നതുകൊണ്ട് അത് കാരണം ചത്തുപോയി കഴിഞ്ഞാൽ. ഇപ്പൊ എനിക്കൊരു പന്നി ബ്രീഡിംഗ് ഫാം, 2-3 പന്നി ബ്രീഡിംഗ് ഫാം ഉണ്ട് കർണാടകത്തിലുള്ളതാണ്. അപ്പൊ കർണാടകത്തിൽ നിന്ന് അവരിവിടെ വരും. അപ്പൊ അയാൾ ഒരു ബിസിനസ് എന്തായിരുന്നു വെച്ചാല് ഈ പന്നി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന, എന്ന് വെച്ചാൽ ഈ ഇറച്ചിക്ക് വിൽക്കുന്ന പന്നികളുണ്ടല്ലോ, അതിന്റെ കുട്ടികളെ ബ്രീഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് കർണാടകത്തിലാണ് അയാൾക്കുള്ളത്. അപ്പൊ അയാൾക്ക് 100 കണക്കിന് പന്നികളെ, ഈ പെൺപന്നികൾ ഉണ്ടാവും. ഈ പന്നികൾ ബ്രീഡ് ചെയ്തിട്ട് ഒരു പ്രസവത്തിൽ 8-10 കുട്ടികളുണ്ടാവും. അപ്പൊ ആ പന്നികൾക്ക് നമ്മളെ പ്ലാസന്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിസീസ് വന്നിട്ട് നിരന്തരമായ അബോർഷൻസ് വരാൻ തുടങ്ങി. അയാൾക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഏകദേശം നമ്മുടെ നാട്ടിൻപുറത്ത് പോയി അവിടെ നിന്ന് പന്നി കൃഷി കൊണ്ട് വിജയിച്ച ഒരാൾക്ക് ഒരൊറ്റ സീസണിൽ തന്നെ ഏകദേശം 20 ലക്ഷം രൂപ വെച്ചിട്ട് അങ്ങനെ 2 സീസൺ അങ്ങോട്ട് നശിച്ചു. അപ്പൊ ഇയാള് ആത്മഹത്യ ചെയ്യുമെന്നുള്ള, കാരണം ഇയാളുടെ ലോണുകളെല്ലാം പോയി. അപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു കണ്ടീഷനിലായി. അപ്പൊ അങ്ങനെ ആരോ പറഞ്ഞിട്ട് ഞാൻ പശുക്കളെയൊക്കെ ചികിത്സിക്കുന്ന പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിനോട് ഇങ്ങനെ പന്നികൾക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാവും സാറേ, എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് വന്നിരുന്നു. നമ്മുടെ അത്ഭുതം എന്ന് പറയാം, അയാള് ഇപ്പോഴും എൻ്റെ അടുത്ത് കാരണം അയാൾക്ക് ചികിത്സ നിർത്താൻ പേടിയാണ്. കാരണം ഒരു കോഴ്സ് പന്നിക്കുട്ടികൾ, ഒരു പന്നി പ്രസവിക്കുന്ന 10 കുഞ്ഞുങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. കാരണം അത്രയധികം പൈസ ലാഭം കിട്ടും. ഒരു പന്നിക്കുഞ്ഞിന് അങ്ങോട്ട് 2000 രൂപ വെച്ചിട്ടാണ് ഇവർ വിൽക്കുന്നത്. അപ്പൊ 10 പന്നിക്കുഞ്ഞിന് എത്ര രൂപ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എനിക്ക് ഞാനിപ്പോ ഇവർക്ക് 2 ആഴ്ചത്തെ മരുന്നിന് ഏകദേശം 2000 രൂപയാണ് ഞാൻ ഈടാക്കുന്നത്. നമ്മുടെ ഡോക്ടർമാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈടാക്കാം, അവരുടെ ലാഭം നോക്കിയിട്ട് നമുക്ക് വിലയൊക്കെ കൂട്ടാം. അപ്പൊ ഞാൻ 2000 രൂപ വെച്ചിട്ട് ഇത് 2 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മുടെ മിനറൽ വാട്ടർ മേടിച്ചിട്ട് നമ്മുടെ മെഡിസിൻ മിക്സ് ആക്കിയും കൊടുക്കും. ഈ 2 ലിറ്റർ ഇവര് 1000 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യും. അത് ഞാൻ മെഡിക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ ആ പന്നിക്ക് ഏകദേശം അവരുടെ പന്നിക്കൂട്ടത്തിന് 1000 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ 5 ദിവസത്തോളം എത്തും. അപ്പൊ അങ്ങനെയാണ് ഞാൻ 2 ലിറ്ററിന് 2000 രൂപ വെച്ചിട്ടാണ് ഇത് വെള്ളത്തിനകത്ത് നമ്മുടെ മെഡിസിൻ ചേർത്തിട്ടുള്ള സാധനം നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് അതുപോലെ ലാഭമുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞാൽ ഈ മെഡിസിൻസിനെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മുടെ അബോർഷൻസിനുള്ള മെഡിസിൻസ് എല്ലാം ഞാൻ റെപ്പർട്ടൈസ് ചെയ്ത് അതിന്റെ സിംറ്റംസും ബാക്കിയെല്ലാം നോക്കിയിട്ട് കൊടുത്തു, ചേർത്തു. ആ മെഡിസിൻസ് ആഡ് ചെയ്യുക. സിംഗിൾ മെഡിസിൻസ് പലപ്പോഴും നമുക്ക് പറ്റാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു കേസ് സ്റ്റഡി നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അവിടെയുള്ളൂ നമ്മൾ പണ്ട് ഈ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന കാലത്ത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന 1996 ആ ഒരു സമയത്ത് 94-ലൊക്കെ ഞാൻ പാപ്പച്ച സാറിന്റെ കൂടെ, ഏലിയാസ് സാർ എന്ന് പറയുന്ന നമ്മുടെ കോട്ടയത്തുള്ള അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം ഗവേഷണത്തിന് സാറിന്റെ കൂടെ ഒരു ഏകദേശം 2 മാസം പോയി നിന്നിരുന്നു. ഈ കോളേജിൽ ഒരു വെക്കേഷൻ സമയത്തും പരീക്ഷയ്ക്ക് ഒരു വിഷയം തോറ്റ സമയത്തും അടുത്ത പരീക്ഷ എഴുതാൻ കുറച്ച് സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് പാപ്പച്ച സാറിന്റെ കൂടെ നിന്നിട്ട് സസ്യങ്ങളിലെ ഗവേഷണം നടത്തിയിരുന്നു. അപ്പൊ ഞാനത് കോളേജിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എന്നെ കളിക്കും. സസ്യങ്ങൾക്കും ഇവര് പറഞ്ഞേ എങ്ങനെയാണ് നിങ്ങളൊരു കേസ് എടുക്കുക, അപ്പോ ഇവിടെ നിന്ന് പയർ ചെടി വിറയ്ക്കുന്നത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ജൽസീമിയാണെന്ന് കണക്കാക്കുകയല്ലേ, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന പയർ ചെടിയായിരിക്കും നാട്ടർമുറല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഹാസമായിരുന്നു. അപ്പോഴേക്കും ലത്തീഫ് സാറിന്റെ രീതിയിൽ സസ്യങ്ങൾക്ക് വന്നു. അപ്പൊ ഇവിടെ സസ്യങ്ങൾക്ക് മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് മൈൻഡ് ഇല്ല. പക്ഷെ ജെ.സി. ബോസ് സസ്യങ്ങൾക്ക് മൈൻഡ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ കാര്യം. അപ്പോ എന്തായാലും മൃഗങ്ങളെ കുറച്ചുകൂടി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് മൃഗങ്ങൾക്കും മനസ്സുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഡിസീസിന് കോസേഷൻസ് നോക്കുമല്ലോ. അപ്പൊ ഈ കോസേഷൻസ് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാൻ പറ്റുക, ഫിസിക്കൽ ഡിസീസ് ഉണ്ട്, സൈക്കോളജിക്കൽ ഡിസീസ് ഉണ്ട്, പിന്നെ സാധാരണ പറയുന്ന പോലെ അല്ലാതെ വരുന്ന രോഗങ്ങളുണ്ടെന്നിരിക്കും. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റുകൾ മൃഗങ്ങളിലുണ്ട്
എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ധാരണ കിട്ടി. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ മറ്റുള്ള മൃഗങ്ങളെ നമുക്ക് കിട്ടും. പിന്നെ കിട്ടാവുന്ന എല്ലാ മൃഗങ്ങളെ ഞാൻ ചികിത്സിക്കുന്നതിന് നോ എന്ന് പറയില്ല. ഞാൻ അതിനെ എന്റെ ലോജിക്ക് എന്താണ് എനിക്ക് പ്രോബ്ലം എന്നൊരു കോസ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും എളുപ്പമാണെന്ന് പറയും. അപ്പൊ കോസിനനുസരിച്ച് ഫിസിക്കൽ കോസ് ആണ് അല്ലെങ്കിൽ ഇമോഷണൽ കോസ് ആണ്, ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ സിംറ്റം മാത്രം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്ന ഒരു രീതി. അപ്പോ ഈ പിന്നെ സൈക്കോളജി ഓഫ് ആനിമൽസ് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് രസമായിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പാല് കുറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പശുവിനെ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ പശുവിനെ വേറെ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ അവൻ ഞങ്ങളെ അവിടുന്ന് 20 ലിറ്റർ കറന്ന് കാണിച്ചു, എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ പശുവിന് അത്രയും പാലില്ല. അപ്പൊ അവൻ എന്തോ പറ്റിച്ചു തന്നെ എന്നാണ് വരിക. കാരണം അവന് അവർ 20 ലിറ്റർ അയാൾ കറന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ പശുവിനെ പഠിക്കുമ്പോ ഒരു ദിവസം കറവ കാണാൻ വേണ്ടി ചെല്ലും. അപ്പൊ ഈ കറവ എത്രയുണ്ട്, 20 ലിറ്റർ പാല് കറന്ന് കാണിച്ചു കൊടുത്ത് ആ 20 ലിറ്റർ പിന്നെ കറന്ന് കാണിക്കുന്ന പശുവിനെയാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ പശുവിന് 10 ലിറ്റർ പാലുള്ളൂ. അപ്പൊ ഇവൻ എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ എന്റെ പശുവിനെ തിരിച്ചു മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നാട്ടിൻപുറത്തായ രീതിയിലുള്ള ചെറിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞ അല്ല സാറേ, പിന്നെ ഉറപ്പാണ് 20 ലിറ്റർ പാല് കിട്ടും. ഇവനെ വീട്ടിൽ പശുവിന് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാലും 2 ദിവസം കഴിയുമ്പോൾ പശുവിന് 20 ലിറ്റർ പാല് കിട്ടും. അപ്പൊ എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ആലോചിക്കും എന്തായിരിക്കും ഈ പശുവിന്, ഒന്നെങ്കിൽ ഇവൻ തീറ്റ കൊടുത്ത് ശരിയാവുന്നില്ല. അപ്പൊ പറഞ്ഞ അല്ല, അവൻ പറഞ്ഞോടെ തന്നെ ഞാൻ തീറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പശുവിന് ഹോം സിക്നസ് വന്നാൽ എന്താ കുഴപ്പം, സാധ്യതയുണ്ടല്ലോ. കാരണം അതിന്റെ ഉടമയില്ല, അതിനെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു വീട്ടിലെ പശു എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീട്ടിലെ പിന്നെ പശു എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, എന്റെ അമ്മ, ഞങ്ങൾ അനിയന്മാർ, ചേട്ടന്മാർ എല്ലാവരും കൂടി പുന്നാരിച്ച് വളർത്തുന്ന പശുവാണ്. ഓരോ പശുവിനും ഓരോ പേരായിരിക്കും. ഓരോന്നിനും വിളിക്കുമ്പോൾ പറമ്പിൽ ഏത് മുളയ്ക്കാണെന്ന് വെച്ചാൽ അവരവിടുന്ന് കരയുന്ന കേട്ടിട്ടാണ് നമ്മൾ ഇത് എവിടെയാന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത്ര സ്നേഹത്തോടു കൂടി വളർത്തിയ ഒരു പശുവിനെ നമ്മൾ കൊടുക്കുമ്പോ ആ പശുക്കൾക്ക് ഇതുപോലെ ഇമോഷണലായിട്ട് അപ്സെറ്റ്സ് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ ഹോം സിക്നസിന്റെ ഇങ്ങനെ പശുവിനെ പുതുതായിട്ട് മാറ്റി കെട്ടിയിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം പശുവിന് കൊടുക്കുന്ന മെഡിസിൻ ഹോം സിക്നസിന്റെ മെഡിസിൻ ആണ്. ഹോം സിക്നസിന്റെ മെഡിസിൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏറ്റവും നല്ല മെഡിസിൻ ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം, ആസിഡ് ഫോസ്, ഇഗ്നേഷ്യയ്ക്കാണ് മെഡിസിൻസ്. ഇതിൽ ഏത് കൊടുത്താലും, അല്ലെങ്കിൽ ഇത് 3 ഗുണം കൊടുത്തു വിചാരിക്കും. നിങ്ങൾ 3 ഗുണം കൊടുക്കുമ്പോൾ ഇപ്പൊ തൊട്ട് മുമ്പൊക്കെ വളരെ പിന്നെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരെ ക്ലാസ് എടുത്തിട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ ഈ 3 മെഡിസിനൊക്കെ ഒന്നിച്ച് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നിക്കും. പക്ഷെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നെക്സോമിക്ക ഈസ് നോട്ട് എ സിംഗിൾ മെഡിസിൻ. നെക്സോമിക്കയിൽ എന്തോരം കണ്ടന്റ് ഉണ്ട്. നമ്മള് ഒരൊറ്റ സിംഗിൾ എലമെന്റ് ആണ്. ഇപ്പൊ സൾഫർ എന്ന് പറഞ്ഞാൽ സൾഫറിനകത്ത് ഒരൊറ്റ സാധനമേ ഉള്ളൂ, ഒറ്റ പിന്നെ എലമെന്റ് ആണ്. പക്ഷെ ഒരു നാട്രമോൾ എന്ന് പറഞ്ഞാലോ അതിനകത്ത് പിന്നെ സോഡിയം ഉണ്ട്, പിന്നെ ക്ലോറിനും ഉണ്ട്. വാട്ടർ എന്ന് പറഞ്ഞാലോ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോ ഒരു നക്സോമിക്ക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം കണ്ടന്റ് ഉണ്ടാവും, നമുക്ക് അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ പിന്നെ മിനറൽസ് എലമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ എന്നത് പറഞ്ഞ പോലെയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഡിക്കേറ്റർ മെഡിസിൻ ആണെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞല്ലേ, ഒന്ന് ആഡ് ചെയ്തിട്ട് അത് സക്സസ് ചെയ്തിട്ട് ഇല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ എന്താണ് മനസാക്ഷി കുത്തു തോന്നുന്നത് നിങ്ങൾ ആൾട്ടർ ചെയ്ത് കൊടുത്തോ, 3 കുപ്പിയിൽ വെള്ളമാക്കി വെച്ചിട്ട് ഇതിന് കൊടുക്കുക, അല്ലെങ്കിൽ ഗുളികയായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കൊടുക്കേണ്ട രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഒന്ന് ഈ കന്നാലിക്ക് മാറ്റി കെട്ടിക്കഴിഞ്ഞിട്ട് പാല് കുറയുന്നു എന്നോ അല്ലെങ്കിൽ തീറ്റ തിന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് ഈ കന്നാലിക്കും ചിലപ്പോൾ ഹോം സിക്നസ് ഉണ്ടാവാം. ഈ പട്ടീനെയും പൂച്ചനെയും ഒക്കെ നമ്മൾ അടുത്ത വീട്ടിലോട്ട് വിട്ടു കഴിഞ്ഞാൽ അതിന് കുറച്ച് അസുഖം വരുന്നു, പെട്ടെന്ന് അസുഖം വരുന്നു എന്നൊക്കെ പറയാൻ ഒരു കാരണം ഇതിന്റെ ഹോം സിക്നസ് ആകാം. അപ്പൊ നമ്മൾ ഹോം സിക്നസിനെ കുറിച്ചുള്ള സാധ്യതയെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ ഉണ്ടല്ലോ ഈ കന്നാലിന്റെ കുട്ടികൾ ചത്തുപോയി കഴിഞ്ഞാൽ ഇതിന് പാല് കുറയും, ഭക്ഷണം കഴിക്കാതെ വരികയും ഒക്കെ വരാറുണ്ട്. ഈ കന്നാലിന്റെ കുട്ടികൾ പിന്നെ ചത്തുപോകുന്ന വെച്ചാൽ ആക്സിഡന്റലായിട്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഈ കുട്ടികൾക്ക് പിന്നെ അതിന്റെ ഏർലി സ്റ്റേജ് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു സ്റ്റേജിനകത്ത് അസുഖം വന്നിട്ട് ചാകാം, വിരശല്യമൊക്കെ വന്നിട്ടൊക്കെ ചാകാറുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ വലിയ പിന്നെ ക്ഷീര കർഷകരുണ്ടല്ലോ, ഫാമൊക്കെ നടത്തുന്ന വയനാട്ടിലൊക്കെ നടന്ന, എൻ്റെ വയനാട്ടിലൊക്കെ അടുത്തൊക്കെയുള്ള ഈ ഫാമിലൊക്കെ നടത്തുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇവര് ഇതിനുണ്ടാവുന്നതിന് പ്രസവിപ്പിക്കണം, എന്നിട്ട് ഇതിന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യാം. നമുക്കത് പിന്നെ ഭയങ്കര സങ്കടം തോന്നും. പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ എല്ലാത്തിനും കൊല്ലും. പെണ്ണുങ്ങളെ എന്ന് വെച്ചാൽ പശുക്കുട്ടിയാണ് ഉണ്ടായതെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വളർത്താൻ കൊടുക്കും, കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ പിന്നെ കൊന്നിട്ട് പിന്നെ ഇറച്ചി അവരുടെ വേസ്റ്റിനകത്ത് ഇടുക ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ചാണകം ഇടുന്ന വേസ്റ്റിനകത്ത് ഇട്ടിട്ട് അറിയാം എന്ന് വെച്ചാൽ. പക്ഷെ വിദേശങ്ങളിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇറച്ചീനെ നമ്മുടെ എന്താണ് ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇറച്ചിന്റെ പിന്നെ കഷ്ണങ്ങളൊക്കെ ഇത് കിട്ടൂലേ, പിന്നെ വിദേശ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങൾ കിട്ടില്ല. അങ്ങനെയുള്ള കംപ്ലീറ്റ് ബച്ചർ പിന്നെ മെഷീനിലോട്ട് മാറ്റിയിട്ട് അതിന്റെ ഇറച്ചിനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയും ചെയ്യാം. പിന്നെ ചിലർ മട്ടന്റെ കൂടെ ചേർക്കും, ഈ കുഞ്ഞു പ്രാവിനെ കിട്ടിയിട്ട് അതുപോലെ 1:1 റേഷ്യോയില്
ഒരു ആടിന് ഒരു പശു മിക്സ് ചെയ്യുന്നുള്ള രീതിയിൽ ചെറിയൊരു മായമൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കന്നാലി കുട്ടികളെ ജനിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഇതിനെ കൊല്ലും. അപ്പൊ അവർക്ക് അതിന് വളർത്തി കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം അവർക്ക് അടുത്ത സീസൺ കഴിഞ്ഞാൽ ഈ പശുവിനെ ഒന്ന് ഗർഭിണിയാക്കി പശുവിന് ഒരു പാലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ പാല് അത്ര ക്രൂരമായ ഒരു ബിസിനസ്സും കൂടിയാണ് ഈ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഈ പാല് കച്ചവടങ്ങൾ, പാൽ ഫാക്ടറികളിലൊക്കെ നടക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി വളർത്തിയ ഈ പശു തന്നെ പൊല കൊടുത്ത് കുറച്ച് വളർത്തിയ ഒരു കുട്ടി ചത്തു കഴിഞ്ഞാൽ ഈ പശുവിന്റെ പാല് പെട്ടെന്ന് കുറയും. അങ്ങനെ വരുന്ന കണ്ടീഷൻസ് ധാരാളം വരാറുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട്. ഈ പശു കുട്ടി ചത്തു കഴിഞ്ഞാല് ഇതിന്റെ തോല് പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വൈക്കോല് നിറച്ചിട്ട് ഒരു ഡെമ്മി കിടാവ് കുട്ടീനെ ഉണ്ടാക്കും. അപ്പൊ എന്നിട്ട് ഈ കിടാവിനെ കൊണ്ടുപോയിട്ട് ഈ പശുവിന്റെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ പശു പാല് ചോർത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കുന്നത്, കൂടിയിരിക്കുന്ന കുറച്ച് പ്രായമുള്ള ഡോക്ടർമാർക്ക് ഒരുപക്ഷെ അതിന്റെ കമന്റൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പാല് കുറയുന്ന കുട്ടികൾ മരിച്ചതിന് ശേഷം പാല് കുറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന് നമുക്ക് മെഡിസിൻ ഉണ്ട്. ഈ ഡെത്ത് ഓഫ് നമ്മുടെ ബിലിവേർഡ്സ് വൺസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാ മെഡിസിൻ കൊടുക്കുക? നമ്മുടെ ഇഗ്നേഷ്യ, നാട്രമൂർ, കാഴ്സനോസിൻ, കോസ്ട്രികം എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ തന്നെ പശുക്കൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഇമോഷണൽ കോസുകൾ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ കുട്ടികൾ പശുവിന് പാല് കുറയുന്നതിനുള്ള ഇമോഷണൽ കോസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ മറ്റൊരു ഇമോഷണൽ കോസുകൾ പശുവിനെ കുറിച്ച് നമുക്ക് അധികം വരിക എന്ന് വെച്ചാൽ നമ്മൾ പാൽത്തു ജാൻവറാണല്ലോ. അപ്പൊ പാല് കിട്ടുന്ന മൃഗം ആയതുകൊണ്ട് നമ്മൾക്ക് പ്രധാനമായിട്ട് പാല് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ പാലില്ലാതെ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം വരിക. പിന്നെ തീറ്റ തിന്നാതിരിക്കുക. പിന്നെ മറ്റൊന്ന്, ഈ പശുക്കൾക്ക് പ്രത്യേകിച്ച് ഇവർക്ക് സെക്ഷൽ ഡിസയർ ഇല്ലാതെ വരിക, ഈ മതിഭ്രമം ഇല്ലാതെ വരിക എന്നുള്ള ഒരു കണ്ടീഷൻസ് വരും. അതിന് കുറെ ആൾക്കാർ വരും. കാരണം ഇവർ പശുവിനെ വളർത്തുന്നത് എന്തിനാണ്? വീണ്ടും ഇതിനെ പ്രസവിച്ചു കഴിഞ്ഞാലേ ഇതിന് കുട്ടി ഉണ്ടാവുള്ളൂ. പക്ഷെ ആ പശുവിന് ആ ഇണക്കോളം എന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഓരോ ഭാഷയല്ല പറയാം. അപ്പൊ ആ ഇണ ചേരാനുള്ള അതിന് പ്രത്യേക വാവുകളിലൊക്കെ അതിന്റെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അതിനെ മേറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ പണ്ടൊക്കെ നാട്ടില് മേറ്റ് ചെയ്യിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ അതിന് വേണ്ടിയിട്ട് കാളകൾ, ഇതിന് വേണ്ടിയിട്ട് മൂരികൾ എന്ന് പറയും. വരി ഉടച്ച മൂരികളാണ് കാളകൾ എന്ന് പറയാം, പണ്ടിക്കാളകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള മൂരികളെയൊക്കെ വളർത്തുന്നുണ്ടാവും. പക്ഷെ ഇന്നിപ്പോ എങ്ങനെയാ വെച്ചാൽ തന്തയാരെന്നറിയാത്ത പശുക്കുട്ടികളാണ് ലോകം മുഴുവൻ. നമുക്കറിയാലോ, ഇപ്പൊ ആരും മൃഗങ്ങളെ കൊണ്ട് മേറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പൊ മൃഗങ്ങളെ കൊണ്ട് മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങൾ വരുത്തുന്നതൊക്കെയാണ് ഇപ്പൊ പുതിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പൊ അതുകൊണ്ട് എല്ലാം കറതീർന്ന സ്പേമുകളെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പശുവിനെ കെട്ടിയോൻ ആരാന്ന് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ചില പശുക്കൾക്ക് ഉണ്ടല്ലോ ഇങ്ങനെയുള്ള മതിഭ്രമങ്ങളെ കാണിക്കുകയില്ല, ഇങ്ങനെ ഒരു ഡിസയറേ കാണിക്കില്ല. ഈ ഡിസയർ കാണിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ സെക്രേഷൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന പശുക്കൾക്ക് അത് വലിയൊരു പ്രശ്നമാണ്. ഇവരെന്ന് വെച്ചാൽ ഇത് ഗർഭിണിയാവുന്നില്ല, പിന്നെ ഇത് പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 2-3 വർഷത്തിന് മുന്നേ വളർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇവര് പശുക്കളെ വെറും ഇറച്ചിക്ക് വിൽക്കേണ്ട സ്ഥിതി വരും. അപ്പൊ അങ്ങനെ വരുന്ന കർഷകർ എൻ്റെ അടുത്ത് വന്നിട്ട്, ഡോക്ടറെ നല്ലൊരു പശുക്കാരൻ നല്ല പാല് കിട്ടുന്നതായിരുന്നു, പക്ഷെ ഇതിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് ഇനിയിപ്പോ ഇതിനെ കൊല്ലണോ ഇറച്ചിക്ക് വിൽക്കണോ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ചിലർ ചികിത്സിക്കാൻ വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും നമ്മൾ മെഡിസിൻസ് സെലക്ട് ചെയ്യും. എന്താണ് നമ്മുടെ റെപ്പർട്ടറി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, വാണ്ട് ഓഫ് സെക്ഷൽ ഡിസയർ ഇൻ ഫീമെയിൽസ്. നിങ്ങൾക്ക് മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ. അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ല മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് സെപ്പിയ, പ്ലാറ്റിന, പൾസാറ്റില, പിന്നെ ആഗ്നസ്, അതുപോലെ കോസ്റ്റിക്കം, ഇവയൊക്കെയാണ്. അപ്പൊ പശുവിന്റെ സ്വഭാവം നോക്കിയിട്ടാണ് ഞാൻ ഇത് ഏത് പ്രകൃതക്കാരിയാണ്. കാരണം പല രീതിയിൽ വരും. ഇപ്പോ നമ്മള് സെപ്പിയ പശു ആണെന്ന് വിചാരിക്കുക. സെപ്പിയ പശുവിൽ എങ്ങനെ ഉണ്ടാവുക? അവേർഷൻ ടു ഓപ്പോസിറ്റ് സെക്സിലുള്ള ജീവികളോട്, ഓപ്പോസിറ്റ് സെക്സിനോട് മനുഷ്യനാണ് അങ്ങനെയാണ്. ലേഡീസിനാണെങ്കിൽ അവർക്ക് പുരുഷ വിദ്വേഷികളായിരിക്കും. സ്വന്തം മക്കളെ പോലും നോക്കില്ലാത്ത ആൾക്കാരാണ് സെപ്പിയ പേഷ്യൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പശുക്കളുടെ പ്രകൃതം എങ്ങനെയായിരിക്കും അറിയാമോ? ഇവർക്ക് അത് ഇന്നത്തെ രീതിയിൽ ഈ കുത്തിവെപ്പിന്റെ സമയത്ത് ഇത് അറിയാൻ പറ്റില്ല. മറ്റതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഈ മൂരികൾ അടുത്തോട്ട് വരുമ്പോണ്ടല്ലോ, ഈ മൂരികളെ കാണുമ്പോൾ തന്നെ ഇത് അങ്ങോട്ട് കുത്താൻ ചെല്ലും. മൂരികള് ഈ പ്ലാറ്റിനയൊക്കെ ആണെങ്കിൽ, പ്ലാറ്റിന പശുവൊക്കെ ആണെങ്കിൽ മൂരിനെ അങ്ങോട്ട് കുത്തും. സെപ്പിയ പശു ഒരു പ്രകാരത്തിലും അതിനെ ഇണചേരാനുള്ള ഒരുക്കത്തിൽ അവിടെ നിന്ന് കൊടുക്കില്ല. ആകെ ബഹളായിരിക്കും. അവേർഷൻ ടു ശരിക്കും ഓപ്പോസിറ്റ് സെക്സ് നമുക്ക് ടിപ്പിക്കലായിട്ട് കാണാൻ പറ്റും. ഇന്നിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെപ്പിയ പശുക്കളൊക്കെ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ഈ പശുവിനെ വീട്ടിൽ എത്ര ഞാൻ ഈസി ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പശുവിനെ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ, പശുവിനെ അഴിച്ച് നമ്മൾ തൊഴുത്തിൽ നിന്ന് മാറ്റി പറമ്പിൽ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ഈ സെപ്പിയും പ്ലാറ്റിനും ഒക്കെ ആണെങ്കിൽ, സെപ്പിയ പശുക്കളെ ആണെങ്കിൽ ആണുങ്ങളായിരിക്കാനേ ആ പശു സമ്മതിക്കുള്ളൂ. പെണ്ണുങ്ങളാണെങ്കിൽ ഈ സെപ്പിയ പശു എന്താണെന്ന് വെച്ചാൽ തക്കം കിട്ടുമേ അതിനോട് കുത്തുവോ, കുട്ടികളത് ഒരു കാരണവശാലും അഴിപ്പിക്കില്ല. പ്ലാറ്റിനെ ആണെങ്കിൽ എന്ന് വെച്ചാൽ തക്കം കെട്ടി ആണുങ്ങൾക്കിട്ടും കുത്തും, പക്ഷെ അടിയിലാണ് അതിനെ നിർത്താൻ പറ്റുക. അപ്പൊ ഈ അടിച്ചടിച്ച് കഴിഞ്ഞാൽ കുറെ അടി കിട്ടി കഴിയുമ്പോൾ ഇത് കുറച്ചൊരു മെരുക്കത്തിലാകും. പക്ഷേങ്കിൽ തക്കം കെട്ടി കുത്തുകയും ഈ പ്രതികാര മനോഭാവം ഉണ്ടാവും. നമുക്ക് ഈ സ്റ്റാഫ്സാഗ്രയിലൊക്കെ പറയാം, നെക്സോമിക്കയിലൊക്കെ പറയുന്ന രീതിയിൽ തക്കം കെട്ടിയാൽ ഉടമസ്ഥന് കുത്തുന്ന തരം പശുക്കളും, അതുപോലെ നല്ല തൊഴിച്ചു കഴിഞ്ഞാൽ കിട്ടിയ പോലെ നമ്മളെങ്ങനെ കുറച്ച് പാല് കറന്നു വെച്ചാൽ അത് കൃത്യമായിട്ട് ആ പാലും കലം നോക്കി തുളയ്ക്കുന്ന പശുക്കളൊക്കെ ഈ പ്ലാറ്റിന വിഭാഗത്തിൽപ്പെട്ട രീതിയിലുള്ള ഈ പശുക്കളായിരിക്കും. ഈ പ്ലാറ്റിനയും സെപ്പിയും പൾസാറ്റിലെയാണ്. ഈ പൾസാറ്റിലെ പശു എങ്ങനെയാണെന്ന് അറിയാമോ? വളരെ പാവമാണ്. വീട്ടിൽ കുഞ്ഞു മക്കള് നമ്മളെ ഈ എന്താണ് വീട്ടിൽ വളർത്തുന്ന പശുക്കളെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, കുഞ്ഞു പശുക്കളെയൊക്കെ വളർത്തുന്നത്, ഇതൊക്കെ ഈ പൾസാറ്റിലെ ടൈപ്പ് പശുക്കുട്ടികളാണ്. അത് കുഞ്ഞു മക്കളുടെ കൂടെയും കളിച്ചോളും, കുഞ്ഞു മക്കൾ കയറി പിടിച്ചാൽ അതിന്റെ പുറകെ പൊക്കോളും. അങ്ങനെയുള്ള പശുക്കൾക്കും ഈ പൾസാറ്റിലെ പശുക്കളാണ്. അങ്ങനെയുള്ള പശുക്കൾക്കും ഇതുപോലെ തന്നെ ഈ പിന്നെ ഇണചേരാനുള്ള ആ ഒരു പ്രവണത, സെക്ഷൽ ഡിസോർഡർ വരുന്നില്ലെങ്കിൽ നമുക്ക് പൾസാറ്റിനെ കുറിച്ച് ചിന്തിക്കാം. പിന്നെ ശരീരം ക്ഷീണിച്ചിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ആഗ്നസ് കാസ്റ്റസ് കൊടുക്കും. പിന്നെ കോസ്റ്റിക്കും ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പശുക്കൾക്ക്, അങ്ങനെയുള്ള ചില പശുക്കളുണ്ട്. അതിനെ കെട്ടിയാലും ശരി കെട്ടിയില്ലെങ്കിലും ശരി, തീറ്റ കൊടുത്താലും ശരി, ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻസ് ഉള്ള പശുക്കളുണ്ടാവും. ഈ കോസ്റ്റിക്കം പശുക്കളെ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാലും അവർ ആ സെമൻ തിരിച്ച് വജേനയൊക്കെ തിരിച്ച് പുറത്തോട്ട് ഒഴുകി പോകും. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഈ പിന്നെ കോസ്റ്റിക്കം പോലുള്ള മെഡിസിൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് വരുന്ന കേസുകൾ ഈ മാസ്റ്റൈറ്റിസ് വരും, പിന്നെ ഒളിഗോലാക്റ്റിയ, ഇതുപോലെ പാല് കുറയുക, പാല് ഇല്ലാണ്ടാവുക. ഒളിഗോലാക്റ്റിയക്കകത്ത് അതിനകത്ത് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ഇമോഷണൽ കോസുകൾ വരാം, ഫുഡ് ചേഞ്ചസ് കൊണ്ട് വരാം, പശുവിന് എന്തെങ്കിലും വയറ്റിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ വരാം. എന്നുവെച്ചാൽ പശുവിന് വയറിളക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പശുക്കൾക്ക് ഒരു ശീലമുണ്ട്, അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കില്ല. മനുഷ്യനെ പോലെയല്ല, മനുഷ്യന് ചിലപ്പോൾ പനിയാണെങ്കിൽ ചിലപ്പോൾ ബിരിയാണി തിന്നണമെന്ന് തോന്നും. പക്ഷെ കന്നാലിക്ക് അങ്ങനെയല്ല. കന്നാലിക്ക് അസുഖമാണെങ്കിൽ അവർ വെള്ളം കുടിക്കണമെന്നില്ല, ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ വെള്ളം ചില പശുക്കൾ കൂടുതൽ കുടിക്കുകയോ കുറയ്ക്ക് കുടിക്കുകയോ ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഈ ആഴ്സാൽബ് ഈ ആഴ്സാൽബ് പൾസാറ്റിലെ ബ്രയോണിയൊക്കെ തിരിച്ചറിയുന്നത് ഇതിന്റെ ഈ ദാഹം നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ചാണകത്തിന്റെ സ്മെല്ല് നോക്കിയിട്ട്, സ്മെല്ല് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്യാസ്ട്രിക് ഡിസോർഡർ ആണെന്ന് ഉറപ്പിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്സാൽബ്, കാർബോജ് അങ്ങനെയുള്ള പോലുള്ള മരുന്നുകളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ പാല് ചൊര പിടിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ പശു മുഴുവൻ പാലും ഇങ്ങോട്ട് ചൊരത്തി വരാത്ത ഒരു ടെക്നിക്ക്. അത് നിങ്ങൾക്ക് കർഷകരായിട്ടുള്ള ആൾക്കാർക്ക് മരുന്ന് കൊടുക്കുക എന്ന് വെച്ചാല് കിടാവിനെ കുടിപ്പിക്കാൻ നേരത്ത് ഇതിന് പാലുണ്ട് എന്ന് പറയാം. അതിന്റെ പാലിന്റെ ആ വാൽവ് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് പാല് തരില്ല. അങ്ങനെയുള്ള പശുക്കൾക്ക് നമുക്ക് ഈ പ്ലാറ്റിന, നേരത്തെ പറഞ്ഞ പ്ലാറ്റിന ഒരു നല്ല ഒരു മരുന്നായിട്ട് വരും. പിന്നെ ഈ പശുവിനെ പോലെ സ്കിൻ ഡിസീസ് വരാറുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ സാധാരണ നമ്മൾ സെപ്പിയ, നാട്ടർമൂർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമുക്ക് കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള സാധനം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വാട്സ് ആണ്, അല്ലെ? സ്കിൻ വാട്സ്, അത് കേസുകൾ നമുക്ക് ധാരാളം വരും. അതിനകത്ത് ഇതുപോലെ കാൽക്കരി കാർബ്, പിന്നെ ആസിഡ് നൈട്രിക്കം, തൂജ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളാണ് നമുക്ക് ഉപകാരപ്പെടുക. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പിന്നെ വിവരിക്കാൻ പറ്റും. ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് അത് നമുക്കറിയാം, അതിന്റെ കോഴ്സ് നോക്കിയിട്ട് വരും. പിന്നെ സാധാരണ പനിയൊക്കെ വരും, അത് ഇൻഫെക്ഷനോടുള്ള പനി വരാം. കാർബോവിജ്, ചൈന, അങ്ങനെയുള്ള മെഡിസിൻസ്. പിന്നെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കാൽക്കരിയ കാർബ്, കാൽക്കരിയ, പിന്നെ ഫോസ്, അങ്ങനെയുള്ള മെഡിസിൻസ് വരാം. പിന്നെ ഇപ്പൊ പുതുതായിട്ട് കാണുന്നതാണ് LSD എന്ന് പറയുന്നത്, ലംബി സ്കിൻ ഡിസീസ്, പിന്നെ തൈലേറിയാസിസ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഡിസീസുകളാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് കാണാറുള്ളത്. അപ്പൊ ഇതിനകത്ത് മാസ്റ്റൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. മാസ്റ്റൈറ്റിസ് ധാരാളം കിട്ടും. നിങ്ങളൊന്ന് വെറ്റിനറി കേസുകൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് ധാരാളം കിട്ടുന്ന ഒരു കേസുകളാണ് മാസ്റ്റൈറ്റിസ്. മാസ്റ്റൈറ്റിസിന് എന്താ കാര്യം പറയാമോ? അലോപ്പതി ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പശുവിന് പാലുണ്ടാവില്ല. ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനറിയാലോ, ആ അകിട് കേടായി പോകും.
അപ്പൊ പിന്നെ അകിടിന്റെ മുകളിലാണ് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുക. അപ്പൊ 4 അകിടുകളിലുള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് ഞാൻ അകിട് കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി. പിന്നെ ചിലപ്പോൾ 3 പ്രസവം കഴിഞ്ഞാലാണ് ഇത് പിന്നെ പഴയ സ്റ്റേജിലോട്ട് എത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുവിധം ക്ഷീര കർഷകരൊക്കെ ഈ ഇഞ്ചക്ഷൻസ് പരമാവധി ഒഴിവാക്കും. അവർ കുറെ നാടൻ പ്രയോഗങ്ങളൊക്കെ നടത്തി നിൽക്കും. അപ്പൊ നാടൻ പ്രയോഗങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം മാസ്റ്റേറ്റസ് എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ കണക്കാക്കുക, റെപ്പർട്ടറിയിലൊക്കെ നോക്കുക. അപ്പൊ ഈ ഇഞ്ചക്ഷൻസ് വെച്ച് കഴിഞ്ഞാലും അതുപോലെ ഇവരുടെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ കുറെ കൂടി കഴിഞ്ഞാൽ ഇത് അടുത്ത സ്റ്റേജിലോട്ട് പോകും. എന്ന് വെച്ചാൽ കല്ലിക്കാൻ തുടങ്ങും. കല്ലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മാറാൻ കുറെ താമസം വരും, ചിലപ്പോൾ ഇൻഫെക്ഷൻ വരും. പഴുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മിൽക്ക് ഡക്റ്റ് മുഴുവൻ പഴുത്തു പോകും, ഭയങ്കര അപകടകാരികളാണ്. പക്ഷേ ഹോമിയോപ്പതി മെഡിസിൻസ് വളരെ സുരക്ഷിതമാണ്. അത് മാത്രമല്ല നമ്മുടെ മെഡിസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, ധാരാളം കർഷകർ എൻ്റെ അടുത്ത് എനിക്ക് എന്തായാലും ഒരു ദിവസം ഒരു 3 കേസെങ്കിലും വെറ്റിനറി കേസുകൾ വരാറുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പശുവിന്റെ പാലിന് തകരാറ് വരില്ല, പാല് കുറയില്ല, പശുവിന് വേറെ കംപ്ലൈൻസ് ഒന്നും വരില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് വെറും 4-5 മെഡിസിൻസ് ആകെ ആവശ്യം വരുന്നുള്ളൂ. അതിനപ്പുറം നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല. ഈ മനുഷ്യനെ പോലെ ഈ 3500 ഹോമിയോപ്പതി മെഡിസിനകത്ത് നമുക്ക് അലഞ്ഞു നടക്കേണ്ട കാര്യങ്ങളില്ല. കാരണം നമുക്ക് അവിടെ ഫിസിക്കൽ സിംറ്റംസ് അധികം കിട്ടുന്നുള്ളൂ. വലിയ വളരെയധികം മൈൻഡുകൾ, ഓരോ വ്യക്തിത്വങ്ങളൊന്നും കിട്ടുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ. എന്നാൽ കിട്ടുന്ന കുഞ്ഞു കൊച്ചു വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ബ്രയോണിയും ബെലഡോണയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മാസ്റ്റൈറ്റിസിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർ ചെയ്യാം. എന്താ കാര്യം എന്ന് വെച്ചാൽ കണ്ണുടച്ചിട്ട് ഒരു കേസ് ഫെയിലർ ആവരുത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ദിവസം താമസിക്കും തോറും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയും ഈ പെർമനന്റ് ആയിട്ട്, കാരണം മനുഷ്യനെ പോലെ ഒന്നും അല്ല ഇത് 10-20 ലിറ്റർ പാലുണ്ടാവുന്ന ജീവിയാണ്. മനുഷ്യനെ പോലെ 1 ലിറ്റർ 1 ലിറ്റർ 2 ലിറ്റർ മാത്രം പാലുണ്ടാവുന്ന ജീവിയില്ല. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻസ് വരും, ഈ പശുവിന് ആരോഗ്യത്തിനും ജീവനൊക്കെ അപകടം വരും. അപ്പോൾ അലോപ്പതി മെഡിസിൻ കഴിച്ചതുപോലെ 100% റിസൾട്ട് കിട്ടും. ഞാൻ എപ്പോഴും എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാരോടും പറയുന്നുണ്ട്, നിങ്ങളുടെ അറിവ് പരീക്ഷിക്കുന്ന ഒരു വഴിയാക്കിയിട്ട് മാറ്റരുത് ഹോമിയോപ്പതിനെ. നിങ്ങളുടെ അടുത്തൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ വി ആർ ചലഞ്ചിങ് വിത്ത് മോഡേൺ മെഡിസിൻ, സോ കോൾഡ് മോഡേൺ മെഡിസിൻ. അലോപ്പതി മെഡിസിൻ അലോപ്പതി ഡോക്ടർമാരോടാണ് നമ്മൾ മത്സരിക്കുന്നത്, അല്ലാണ്ട് തൊട്ടടുത്തുള്ള ഹോമിയോപ്പതി ഡോക്ടറോടല്ല. ഇപ്പൊ എന്റെ നാട്ടില് ഒരു 15 അലോപ്പതി ഡോക്ടർമാരുണ്ട്. ഈ 15 അലോപ്പതി ഡോക്ടർമാരുണ്ടായിട്ടും എനിക്ക് കേസ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് മത്സരിച്ച് ജയിക്കാവുന്ന രീതിയിൽ ഹോമിയോപ്പതി മെഡിസിൻസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്റെ മിസ്റ്റേക്ക് കൊണ്ടോ എന്റെ അറിവില്ലായ്മ കൊണ്ടോ ഞാൻ ശരിയാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടോ എനിക്ക് എന്റെ മെഡിസിൻ തെറ്റായി കഴിഞ്ഞാൽ ആ കേസുകൾ നേരെ എൻ്റെ അടുത്ത് വിട്ടിട്ട് അലോപ്പതിയുടെ അടുത്തൊക്കെ പോവാം. അത് ഒരുപക്ഷെ തിരിച്ചു വരണമെന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഉറപ്പിച്ച് നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ ഒറ്റ മെഡിസിൻ, യാതൊരു സംശയമുള്ള ഒറ്റ മെഡിസിൻ ഒറ്റ ഡോസ് മതിയാവും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഇത് ബെല്ലാണോ ഇത് ബ്രൈ ആണോ എന്നൊരു സംശയം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആൾട്ടർ ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം അവിടെ ഫോർ ദ സേക്ക് ഓഫ് ഹോമിയോപ്പതി, അല്ലെങ്കിൽ ആസ് ഫാർ ആസ് യു ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് സിസ്റ്റം, ഡിഫറൻഷിയേഷൻ ഒക്കെ വളരെ എക്സ്പേർട്ട് ആയിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ, ബ്രയോണിയും ബെല്ലോണിയും സത്യത്തിൽ ഈസിയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. പിന്നെ ബെല്ലോണിക്കാണെങ്കിൽ നല്ല ചുവപ്പുണ്ടാവും, പനി ഉണ്ടാവും. പക്ഷെ മാസ്റ്റൈറ്റിസിന്റെ കേസിനകത്ത് പശുവിനകത്ത് ഇതുപോലെ തന്നെ നല്ല ചൂടും ചുവപ്പും ഒക്കെ ഉണ്ടാവും. ബ്രയോണിയും പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അവിടെ ഒന്നും ടേസ്റ്റ് ഒന്നും നോക്കണമെന്നില്ല. പശുവിന് പിന്നെ മാസ്റ്റൈറ്റിസ് വന്നാൽ ഇത് തീറ്റയും തിന്നില്ല, ചിലപ്പോൾ വെള്ളവും കുടിച്ചെന്ന് വരില്ല. അപ്പം പിന്നെ ബാക്കിയുള്ള സിംറ്റംസും കൂടി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സാധാരണ ഇതിൽ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഫസ്റ്റ് വീക്ക് ഈ ബെൽ ആൻഡ് ബ്രൈ മാത്രമാണ് ഞാൻ കൊടുക്കും. ഇതിൽ ഐദർ വൺ ബെൽ 30 ബ്രൈ 30. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഓയിൽമെന്റ് കിട്ടിയാലേ അടങ്ങുള്ളൂ, ഇല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും വാരിത്തേക്കും, അലോപ്പതിന്റെ ഓയിൽമെന്റോ അല്ലെങ്കിൽ ഇവർ കാണുന്ന എന്തെങ്കിലും സാധനങ്ങൾ വായിക്കുന്നത്. അങ്ങനെ തേച്ച് കഴിഞ്ഞ് ഇത് തന്നെ ഇവരുടെ ഒരു പരിപാടി ഉണ്ട്, ഐസ് പിടിപ്പിക്കൽ. നമ്മള് പിന്നെ ഹോമിയോപ്പതിക്കൽ വളരെ പ്രശ്നമുള്ള കാര്യമാണ് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻ എന്തിനാണ്? രോഗാണുക്കളെ കൊല്ലാനാണ്. ഇത് ഇതിന്റെ ഉള്ളിലുള്ള പാലിനുള്ളിൽ രോഗാണുക്കൾക്ക് ഈസി ആയിട്ട് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറമേ ഐസ് വെച്ചെന്ന് വെച്ചാൽ രോഗാണുക്കൾ അവിടെ ഇരിക്കും. ഇത് ഐസ് കൊണ്ട് അത്രയും ചൂട്, ശരീരം ചൂടാക്കി രോഗാണുക്കളെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പൊ നമ്മൾ പുറമേ നിന്ന് വെള്ളം അടിച്ചു കൊടുത്തിട്ടോ ഐസ് വെച്ച് കൊടുത്തിട്ടോ ഇതങ്ങ് തണുപ്പിച്ചു കഴിയുമ്പോൾ രോഗാണുക്കൾക്ക് ഇഷ്ടം പോലെ വളരാം, അത് കൂടുതൽ വ്യാപ്തി ഉണ്ടാവുകയും ചെയ്യും. അത് രോഗികളോട് പറഞ്ഞ് ഐ മീൻ ഈ പശുവിന്റെ ഉടമസ്ഥകളോട് പറഞ്ഞ് മനസ്സിലായിരിക്കും. എന്നിട്ട് ഇവർക്ക് സമാധാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന പിന്നെ ഓയിൽമെന്റ് ബെലഡോണ ഓയിൽമെന്റ് ആണ്. സാധാരണ മനുഷ്യന്മാർക്ക് ഓരോ ഓയിൽമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 ഓയിൽമെന്റ് ഒറ്റയടിക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വെറ്റിനറി കേസുകൾ. അപ്പൊ നമ്മൾ ഒരു 3 ബെലഡോണ ഓയിൽമെന്റ്, കാരണം നമ്മൾ പറയും ആകെ ഇത് 15 ഗ്രാമിലേ കിട്ടുള്ളൂ, മറ്റവരെ പോലെ 100 ഗ്രാമിലൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു 3-4 എണ്ണം അങ്ങോട്ട് കൊടുത്തു വിടും. അവർ തേച്ചോട്ടെ, അവർക്ക് സമാധാനമായിട്ട് തേച്ചോട്ടെ.
തേച്ചാലും തേച്ചില്ലേലും മാറും. അത് കാലത്തൊന്നും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും തേക്കുക, എന്നിട്ട് ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ഏതോ മരത്തിന്റെ ഇലക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ കൊടുത്ത മരുന്ന് വെറുതെയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്മാർ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസിബോ ആയിട്ടോ പ്ലീസിബോ ആയിട്ട്, ശരിക്കും എങ്ങനെയാണ് ഈ പ്ലാസിബോ എന്നുള്ള വാക്ക് പ്ലീസിബോ ആണ്, ടു പ്ലീസ് ദ പേഷ്യൻസ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ബെല്ലോണോ ഓയിൽമെന്റ് കൊടുക്കും. അപ്പൊ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ഇവർ കംഫർട്ട് ആവും. എന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം സെക്കൻഡ് ഡേ മുതൽ നമുക്ക് കുറയാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ആശ്വാസമായി. മൂന്നാമത്തെ ദിവസം മുതൽ ഒരു കംഫർട്ട് ആവും. ഒരാഴ്ച എത്തുമ്പോഴേക്കെന്ന് വെച്ചാൽ ഇച്ചിരി കല്ലിപ്പ് മാത്രം ബാക്കിയാവും. പാലൊക്കെ കുറേശ്ശെ കിട്ടാൻ തുടങ്ങും. അപ്പൊ കല്ലിപ്പായി. ഈ കല്ലിപ്പായി കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻസ്, പിന്നെ നമ്മുടെ മെഡിസിൻസ് ഈ കോണിയവും ഫൈറ്റോലൊക്കെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യമായിരിക്കും. അപ്പൊ ഈ കോണിയവും ഫൈറ്റോലൊക്കെ പിന്നത്തെ രണ്ടാമത്തെ സ്റ്റേജിൽ, രണ്ടാമത്തെ വീക്കിൽ നിങ്ങൾ ആകെ തുടർന്ന മെഡിസിൻ കോണിയവും ഫൈറ്റോലൊക്കെയും, അതുപോലെ തന്നെ അടുത്ത ഓയിൽമെന്റ് ഫൈറ്റോലൊക്കെ ഓയിൽമെന്റ് ഒരു 4 എണ്ണം കൂടി കൊടുക്കുക. ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് രണ്ടാഴ്ച കംപ്ലീറ്റ് മാറും. അതിന്റെ കല്ലിപ്പും പോവും, പാല് അതുപോലെ തിരിച്ചാവുകയും ചെയ്യും. യാതൊരു സംശയം വേണ്ട. ഇത് ഏകദേശം 90% എന്ന് പറയാന്ന് വെച്ചാൽ 90%, 95%, പിന്നെ ഒരു 5% ബാക്കി വരും. അതിന് വേറെ മെഡിസിൻസ് വേണം. അത് മറ്റെന്തെങ്കിലും ഈ റെക്കറന്റ് ആയിട്ട് മാസ്റ്റൈറ്റിസ് വന്ന് ഇതിന്റെ ഡക്റ്റിനൊക്കെ പിന്നെ തകരാറുകളൊക്കെ വന്ന പശുക്കൾക്കാണ് നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകേണ്ടി വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഹെപ്പാ സൾഫർ, സൈലീഷ്യ, സാധാരണ മറ്റുള്ള മാസ്റ്റൈറ്റിസിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ചമോമില്ലയാണ് ഈ ബെലഡോണ, ബ്രയോണിയ, കോണിയം, ഫൈറ്റോലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ ചമോമില്ലയാണ്. ഭാഗ്യം കൊണ്ട് നമ്മൾ ആരും ചമോമില്ലിന്റെ ബ്രസ്റ്റ് സിംറ്റംസ് തൊട്ട് പഠിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോ പിന്നെ ചമോമില്ലിന്റെ ബ്രസ്റ്റ് പിന്നെ ചെസ്റ്റ് സിംറ്റംസ്, ബ്രസ്റ്റ് സിംറ്റംസ് ഒന്ന് നോക്കാം. നമുക്ക് ആകെ അറിയാവുന്നത് ഈ മാസ്റ്റൈറ്റിസ് ഇൻ ഇൻഫൻസ് എന്നുള്ള ഒരു, അത് നിങ്ങൾക്ക് ഒരു ഡോക്ടർക്ക് കിട്ടാറുള്ള കേസുകളായിരിക്കും. പക്ഷെ നമ്മൾ ഓർക്കണ്ടോന്ന് അറിയില്ല. ഈ കുട്ടികളിൽ അമ്മമാരെ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മമാരുടെ ഈസ്ട്രജനും അല്ലെ പ്രൊലാക്റ്റിനും ഒക്കെ കുഞ്ഞിന്റെ ബ്ലഡിൽ കടന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിന് പിന്നെ നിപ്പിള് എൻലാർജ് ചെയ്യുകയും ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. വർക്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാസ്റ്റൈറ്റിസ് ഓഫ് ഇൻഫൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ ആണ് ഈ ചമോമില്ല. ഈ ചമോമില്ല ഈ ബ്ലഡി മിൽക്ക്, പശുവിന് ബ്ലഡി മിൽക്ക് വരുന്നതിന് ഏറ്റവും നല്ല മെഡിസിൻസിൽ ഒന്നാണ് ഈ ചമോമില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ബ്ലഡി മിൽക്കിന് പിന്നെ അതുപോലെ തന്നെ മർസോളും ഫൈറ്റലൊക്കെയും പിന്നെ ലൈക്കോപോഡിയും ഒക്കെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള മെഡിസിൻസ് വരും. പക്ഷെ ബ്ലഡി മിൽക്കിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ചമോമില്ലയാണ്. അപ്പോൾ ഈ മാസ്റ്റൈറ്റിസിന്റെ കേസിനകത്ത് നമുക്ക് ഇതാണ് പറയാൻ പറ്റുക. ഞാൻ ഓക്കെ, അടുത്തത് ഒളിഗോലാക്റ്റിയ, പശുവിന്റെ പാല് കുറയുന്ന കണ്ടീഷൻസ്. പശുവിന്റെ പാല് കുറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞാല് ഈ മാസ്റ്റൈറ്റിസിന്റെ ശേഷമാണ് എങ്കിൽ നമുക്ക് മാസ്റ്റൈറ്റിസ് മാറിക്കഴിഞ്ഞാൽ മിക്കവാറും പാല് തനിയെ ശരിയാവും. ഇനി ആകുന്നില്ല എന്ന് വിചാരിക്കുക. ആകുന്നില്ല എങ്കിൽ നമ്മുടെ ടിഞ്ചറാണ് പ്രയോഗിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ടിഞ്ചറുകൾ തന്നെയായിരിക്കും. അൽഫാൽഫ, റെസിനസ് കമ്മ്യൂണിസ്, അർട്ടിക്ക യൂറൻസ്, ഗലേഗ, ഇവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെയും ടിഞ്ചറുകൾ ഉണ്ട്. ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഇതുപോലെ അഷ്വേർഡ് ആണ്. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 100% ഉറപ്പാണ്. ഇതിനേക്കാൾ ഉറപ്പുള്ള നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ അത് കമന്റിൽ നമുക്ക് പറയാം. അൽഫാൽഫയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൽഫാൽഫ ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ മിൽക്ക് എന്ന് നമ്മുടെ വെറ്ററിനറി മെഡിക്കൽ പറഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പൊ അൽഫാൽഫ ടിഞ്ചർ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം. നേരത്തെ പറഞ്ഞ പോലെ ഇവർ നമ്മുടെ അടുത്ത് പോയി മേടിച്ചു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടണം. അപ്പൊ 100% റിസൾട്ട് കിട്ടാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അൽഫാൽഫ ടിഞ്ചറും റെസിനസ് കമ്മ്യൂണിസ്റ്റ് ടിഞ്ചറും അർട്ടിക്ക യൂറൻസ് ടിഞ്ചറും ഗലേഗ ടിഞ്ചറും ഇത് ഈക്വൽ പ്രൊപ്പോർഷനകത്ത് എടുക്കുക. 30 ml ബോട്ടിലിനകത്താണ് ഞാൻ എടുക്കുക. ഇത് തുല്യമായിട്ട് പിന്നെ എടുക്കും. 1:1:1:1. അപ്പൊ എടുത്തിട്ട് ഇത് 15 ഡ്രോപ്സ് 3 നേരം. 15 ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ 1 മില്ലി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പണ്ട് ഫാർമസി പഠിച്ചിട്ടുണ്ടാവില്ല. 15 ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 1 മില്ലിയാണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം പിന്നെ 3 മില്ലി വരും. അപ്പൊ 30 മില്ലി കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസത്തിന് കൃത്യമായിരിക്കും. 30 മില്ലിനകത്ത് ഈ 3 ടിഞ്ചറോട് മിക്സ് ചെയ്യുക. എന്നിട്ട് 15 ഡ്രോപ്സ് വീതം 3 നേരം കൊടുക്കുക. 10 ദിവസം കൊടുക്കാനുണ്ടോ? ഈ 10 ദിവസത്തിനുള്ളിൽ പാല് വന്നിരിക്കും. യാതൊരു സംശയം വേണ്ട. ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അഷ്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ് പറയുന്നത്. അപ്പൊ 10 ദിവസം കൊണ്ട് ഈ പാല് നിങ്ങൾക്ക് തിരിച്ചു തരാം. ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഈ പാലിന് ഫാറ്റ് കുറയുന്ന ചില കണ്ടീഷൻസ് വരും. ഇതൊക്കെ കർഷകർ വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയോ, ഈ പശുവിന്റെ ഈ മിൽമയൊക്കെ പാലെടുക്കുന്നത് ഇതിന്റെ ഫാറ്റ് നോക്കിയിട്ടാണ്. ഫാറ്റ് കുറവാണെങ്കിൽ പാല് പിന്നെ ഇതിന് കിട്ടുന്ന വില ഭയങ്കര കുറവായിരിക്കും.
അപ്പൊ അതുകൊണ്ട് ഈ പശുവർ വന്നിട്ട് ഡോക്ടറെ ഇത്രയും പാലുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് എന്തായാലും ഫാറ്റ് ഇല്ലാതെ തന്നെ പൈസ കുറവാന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഫാറ്റ് കൂട്ടാനും നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഈ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ മിൽക്ക് കൂട്ടാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതേ ടിഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഈ പാല്, അൽഫാൽഫ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള പാൽ ഉണ്ടാവും എന്നാണ് ഏതൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള. മനുഷ്യന്മാർക്കായാലും അങ്ങനെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലുണ്ടാവും, കുഞ്ഞ് നല്ലോണം കുടിച്ചോളും. അൽഫാൽഫ ടോണിക്ക് കുടിക്കുന്ന പോലെ കുഞ്ഞ് നല്ല ഉഷാറായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ഡ്രോപ്സ് എങ്ങനെ കൊടുക്കുന്നുള്ളതല്ലേ അടുത്ത ചോദ്യം. അത് സാധാരണ നമുക്ക് വെള്ളത്തിനകത്ത് അതിന് കൊടുക്കുന്ന കാടി വെള്ളത്തിനകത്തൊക്കെ കൊടുക്കാം. പക്ഷേ എന്താ വെച്ചാൽ ചില പശുക്കൾ ഭയങ്കര മണം പിടിക്കുന്ന ആൾക്കാരെ, അപ്പൊ ആടൊക്കെയാണെങ്കിലും ഭയങ്കര സ്മെല്ല് മണം പിടിക്കുന്ന ആൾക്കാരാണ്, ചിലപ്പോൾ ഒരു പ്രകാരത്തിൽ ഇത് കുടിക്കില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ പഴത്തൊലിക്കകത്തോ പഴത്തിനുള്ളിലോ വെറും 15 തുള്ളി പഴം പൊളിച്ചിട്ട്, ഒരു ചെറിയൊരു പഴം നമ്മൾ ചെറുപഴങ്ങൾ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ 15 തുള്ളി ഒഴിച്ചിട്ട് അടച്ചിട്ട് ഇതിന് കൊടുക്കുകയാണ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. പിന്നെ ഓക്കേന്റെ ഉള്ളിലോ പിണ്ണാക്കിന്റെ ഉള്ളിലോ ഒക്കെ ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ഈ ടാബ്ലറ്റ് ഫോമിൽ നേരത്തെ പറഞ്ഞ മെഡിസിൻസ് എല്ലാം ടാബ്ലറ്റ് ഫോമിൽ കൊടുക്കുമ്പോണ്ടല്ലോ, നേരത്തെ പറഞ്ഞല്ലോ ബ്രിങ് ബാക്ക് മിൽക്കിന് ടാബ്ലറ്റ് കൊടുക്കുന്ന വെച്ചാൽ നേരത്തെ പാലുണ്ടായിരുന്നു, പെട്ടെന്ന് പാലില്ലാണ്ട് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇമോഷണൽ കോസുകൾ ഒന്നുമില്ല, എന്തെങ്കിലും കാരണവശാൽ പാലില്ലെങ്കിൽ എന്താ മെഡിസിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടു ബ്രിങ് ബാക്ക് ദ മിൽക്ക് എന്ന് പറയുന്ന മെഡിസിൻസ് ലാക് ഡിഫ്ലോറേറ്റ് ആണ്. വർഗിനകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ പാല് ഓപ്പോസിറ്റ് പാല് ഡ്രൈ അപ്പ് ചെയ്യാനുള്ള മെഡിസിൻസും ഓർമ്മയുണ്ടാവും. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാണ്, ലാക് കാനിനോ ആണ് ഒരു വീനിങ് പീരീഡിൽ നമുക്ക് പാല് നിർത്തുന്നത്. മനുഷ്യന്റെ പാലാണ്, പശുവിന്റെ പാല് നിർത്തണമെന്ന് ആഗ്രഹപ്പെടാറില്ല. അപ്പൊ അമ്മമാർക്ക് പാല് നിർത്തണമെന്ന് ലാക് കാനിനാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ലാക് ഡിഫ്ലോറേറ്റ് എന്തെങ്കിലും കാരണവശാൽ പാല് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുത്താൻ പറ്റും. അപ്പൊ ഇനി ഗുളികയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബെൽറോണിയം സൈരീഷൊക്കെ നമ്മൾ ഗുളികയായിട്ട്, ഐ മീൻ ഈ ബെൽറോണിയം ബ്രയോണിയൊക്കെ നമ്മൾ ഗുളികയായിട്ട് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 5 ഗ്രെയിൻ ഡിസ്കറ്റ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഡിസ്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില ഡോക്ടർമാർ ഇത് കേട്ടിട്ട് പോലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഡിസ്കറ്റ്സ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള ടാബ്ലറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, കുറെ പേര് ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ ബീറ്റിനേക്കാൾ വളരെ വില കുറവാണ് കമ്പാരിറ്റീവ്ലി. അതിനെ ഉപയോഗിക്കാത്ത ഡോക്ടർമാരാണെങ്കിൽ ഉപയോഗിക്കുക. മധുരമുള്ള ഹോമിയോപ്പതി പൊതുവെ മധുരമുള്ള ചികിത്സയായിട്ടാണല്ലോ പറയുക. അപ്പൊ ഗ്ലോബ്യൂൾസ് മാത്രമല്ല, നമുക്ക് ഡയബറ്റീസ് അല്ലാത്ത പേഷ്യൻസ് ഡിസ്കറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എക്കണോമിക്കലി ഭയങ്കര ലാഭകരമാണ്. ഇപ്പൊ 5 ഗ്രാം ഡിസ്കറ്റ്സ് അത് ഒരു ടാബ്ലറ്റ് വീതം 3 നേരമൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഇനി 3 ഗ്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ടാബ്ലറ്റ് വെച്ചിട്ട് 3 ടൈംസ് കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞില്ലേ ഈ ജനങ്ങൾക്ക് ഒരു ഇതിന് ഈ പശുവിനൊക്കെ ഒരു ടാബ്ലറ്റ് മതിയോ, അപ്പൊ ഹോമിയോപ്പതി മെഡിസിൻ അത്രയും മതി. ഇപ്പൊ ആനയ്ക്കായാലും ഒരു ടാബ്ലറ്റ് മതി. പക്ഷെ ആനയ്ക്ക് ഈ ഒരു ടാബ്ലറ്റിനോട് ചെന്ന് കഴിഞ്ഞാൽ ആനക്കാരൻ പൈസ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം എന്ന് പറയുന്ന രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി. നമുക്കറിയാലോ, പിന്നെ 1 ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ കൊടുക്കുന്ന മരുന്ന് എത്രയാണോ അതാണ് ഒരു ഡോസ്. അത് നിങ്ങൾ ഒരു ഗുളിക കൊടുത്താലും 10 ഗുളിക കൊടുത്തു കഴിഞ്ഞാലും എല്ലാം ഒരു റിസൾട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിന്റെ എന്തൊരു തമാശ എന്നുള്ള രീതിയിലാണ് ആൾക്കാരെ കണക്കാക്കുക. അപ്പൊ നമ്മൾ ഈ 5 ഗ്രെയിൻ ടാബ്ലറ്റ് 3 ടൈംസ് കൊടുക്കാം. മറ്റേ 3 ഗ്രെയിൻ ആണെങ്കിൽ 2 ടാബ്ലറ്റ്സ് 3 ടൈംസ് കൊടുക്കാം. അത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ പഴത്തിലേക്കകത്തോ പഴത്തിന്റെ ഉള്ളിലോ, പഴം എന്ന് വെച്ചാൽ പിന്നെ അതിലൊക്കെ ടെക്നിക്കുകൾ എങ്ങനെയാണ്, ഒരു പഴം മേടിക്കുക, ആ പഴം 2ആയിട്ടോ 3ആയിട്ടോ മുറിക്കുക, അതിനകത്ത് ഈ ഗുളിക ഇൻസേർട്ട് ചെയ്ത് വെക്കുക. മധുരമുള്ള ഗുളികയാണ് അത്. ചില പശുക്കളെ ഞാൻ പറഞ്ഞല്ലോ, പല പശുക്കൾ ഇത് ഈ ഗുളിക തുപ്പിക്കളയും. അപ്പൊ പശുക്കൾക്ക് ആടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഈ ആടിനൊക്കെ ഈ രീതിയിൽ പിടിച്ചു കൊടുക്കും, വായിൽ പിടിച്ചിട്ട് കൊടുക്കുക. പക്ഷെ പശുവിനൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കൈ മുറിയും. അപ്പൊ ആടിനൊക്കെ അങ്ങനെ കൊടുക്കുക. ഈ ആടിനുണ്ടല്ലോ, ആടിന്റെ കുട്ടി പാല് കുടിക്കുമ്പോ അമ്മയ്ക്ക് അകടിവ് കാണുന്നോളൊന്നും ആടിന്റെ കുട്ടി നോക്കൂല, ഇത് ഇടിച്ചിടിച്ചാ കുടിക്കുക. ഈ പശു കുടിക്കുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ. അത് ഒറ്റ ഇടിക്ക്, ഇത് നല്ല മുട്ടനാടൻ കുട്ടികളൊക്കെ ആണെങ്കിലും പാല് കുടിക്കുമ്പോൾ വെച്ചാല് അമ്മയുടെ അകിട്ടിൽ ഒറ്റ ഇടി ഇടിച്ചു കഴിഞ്ഞാൽ അമ്മയാടിന്റെ 4 കാലം പൊങ്ങി പോകുന്ന രീതിയിലാണ് ഇടി ഇടിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല് ഒന്നാമതിന് മാസ്റ്റൈറ്റിസ് ഇട്ട് അനങ്ങാൻ പറ്റാതിരിക്കുന്ന ആ ആടിന്റെ അമ്മയ്ക്കിട്ടായിരിക്കും ഈ കുട്ടി ഇടിക്കുന്നത്. അപ്പൊ അതോടുകൂടി വിൽക്കാൻ കൃത്യമായ കൊണിയം ആക്ടിന്റെ ഇൻഡിക്കേഷൻസ് വരും. ഇഞ്ചുറി ടു ബ്രസ്റ്റ് ടിഷ്യൂ, വേറെ ഒരു മരുന്ന് അനുഭവിക്കേണ്ട കാര്യമില്ല, കൊണിയം ആക്ട് തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ തന്ത്രപൂർവ്വം ലോജിക്കോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടറെ, ഇനിയിപ്പോ നമുക്കൊരു 15 മിനിറ്റ് ഡിസ്കഷൻ ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി അടുത്ത ദിവസം ആക്കിയാലോ? ഓക്കെ ബാക്കി കഥ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഒരു കുഴപ്പമില്ല സാറേ, ബാക്കി അടുത്ത് പറഞ്ഞു. ഞാൻ അതിന്റെ സ്ലൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. ശരി അങ്ങനെയാണെങ്കിൽ നിർത്താം. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ള അടുത്ത സ്ലൈഡിനകത്ത് ഞാൻ സ്ലൈഡ് അടക്കം ഞാൻ പ്രൊജക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ലാപ്പിലല്ല, ഇപ്പൊ ഞാൻ മൊബൈലിലായതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ഡിസ്കഷൻസ് പോരാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ സീനിയർ ഡോക്ടർമാരുണ്ടാവും, അവരെ സ്വാഗതം ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്യാണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അതല്ല, ആഡ് ചെയ്യുക.
അതെ, ഡോക്ടർ ആദ്യം പറഞ്ഞ വെറ്റിനറി ഹോമിയോപ്പതി അതിന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വെറ്റിനറി ഹോമിയോപ്പതി എന്നാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് വെറ്ററിനറി അതെ, ഹോമിയോപ്പതി. ഓക്കെ ഓക്കെ ഓക്കെ. പി ജി ഡിപ്ലോമയാണ്. അതെ അതെ, അത് നടത്തുന്നുണ്ട്. ഒരു വർഷത്തെ കോഴ്സാണ്. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം ഇതിനകത്ത് പഠിക്കുന്ന ഭൂരിപക്ഷം പേരും കേരളത്തിന് പുറത്തുള്ളവരാണ്. അതാണ് അത് പിന്നെ അതെന്ന് വെച്ചാല് പിന്നെ ബീഹാറിലൊക്കെ അതിന് ചില അവരുടെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. നല്ല നല്ല ഹോമിയോപ്പതി ഡോക്ടർമാരും നല്ല സബ്ജക്ട്സ് ആണ് അവർ പഠിക്കുന്നതൊക്കെ. മാത്രമല്ല ഓക്കെ. സംഘടനാപരമായിട്ട് അവർ വളരെ സ്ട്രോങ്ങുമാണ്. നമ്മുടെ ഹോമിയോപ്പതി ഇതിനേക്കാളും കുറെ കൂടെ വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു വെറ്റിനറി ഡോക്ടർമാരുണ്ട്, ഹോമിയോപ്പതി പ്രത്യേകിച്ചും ഉണ്ട്. നല്ല രീതിയിലുണ്ട്. മുസ്തഫ ഡോക്ടർ അവരുടെ പേപ്പർ പ്രസന്റേഷൻസ് ഒന്ന് കാണണം. നമ്മളിങ്ങനെ അന്തം വിട്ടു പോകും. അവര് പറയുന്ന സർജിക്കൽ കേസിനടക്കം അവര് നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് വെറ്റിനറി കേസുകൾ ചെയ്യുന്നവർ പറഞ്ഞു തരും. പ്രൊലാപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ യൂട്രൈൻ പ്രൊലാപ്സ് ഒക്കെ ഇപ്പൊ കോമൺ ആണ്. അപ്പൊ അതൊന്നും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കെട്ടിവെക്കുകയൊക്കെ ചെയ്യണമല്ലോ, ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പൊ നമ്മുടെ ലിലിയന്റെ സെറ്റിയൊക്കെ കൊടുത്തിട്ട് ഇവര് കേസ് മാറ്റുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു പോകും. അത് മുസ്തഫ സാർ ടോർഷൻ, യൂട്രൈൻ ടോർഷൻ, അത് അത് മുസ്തഫ സാർ മെഡിസിൻ കൊടുത്ത് റെഡിയാക്കി അവസാനം കുട്ടിയെ വലിച്ചെടുക്കുന്നവർ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹമുള്ള ഗോൾഡൻ ഹാൻഡ്സ് പറയേണ്ടി വരും. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ആഡ് ചെയ്യാം. ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നതെന്ന് പിന്നെ ഡോക്ടറെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊന്നും വലിയ ഇൻഡിക്കേഷൻസ് ഇല്ല. 30 or 200 മേലെ ഒന്നും കളിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ചിലരൊക്കെ വണ്ണമിന്റെ മുകളിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ സാധാരണ 30 പൊട്ടൻസിയാണ് ഉപയോഗിക്കാറുള്ളൂ. 30 or 200 അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഡോക്ടർ നേരത്തെ ഒരു കാര്യം പറയാനുണ്ടല്ലേ, ഈ അത് പ്ലാന്റ്സിന് മെഡിസിൻ കൊടുത്തപ്പോ അതിനെ കുറിച്ച് കളിയാക്കുന്നുള്ളത്. ഇത് ഹോമിയോപ്പതി ഏറ്റവും ശാപം തന്നെയാണ്. കാരണം ബുദ്ധിയുടെ അഭാവം ഒരുപാട് പേര് നമ്മുടെ ഫ്രറ്റേണിറ്റി വളരെ കൂടുതലാണ്. ലത്തീഫ് സാറിനെ അവഹേളിക്കപ്പെട്ട ഒരു ബുദ്ധിജീവി ഹോമിയോപ്പതി വളരെ കാണില്ല. അല്ല സാറിന്റെ ഒന്ന് ആലോചിച്ച് നോക്കണം. സാറിന്റെ കാലത്തിന് ശേഷം സാറിന്റെ ഇപ്പൊ എനിക്ക് സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, സാർ ആ ബിസിനസ് ഒന്ന് നന്നാക്കി, പിന്നെ സാർ അതൊരു നല്ല രീതിയിൽ ഒരു എക്കണോമിക് ലാഭമൊക്കെ കിട്ടാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് വളർത്തിയെടുക്കാൻ പറ്റില്ല. അത് സാറിന്റെ ശുദ്ധ മനസ്സും കൊണ്ടുവരാണ്. പക്ഷെ ആ ബിസിനസ് അതിന് ശേഷം ഏറ്റെടുത്ത ഇപ്പൊ നോക്കുക അതിന്റെ അവസ്ഥ എന്താണെന്ന്. വളരെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ ശുദ്ധമാർക്കൊന്നും ഹോമിയോപ്പതി നമ്മുടെ ശുദ്ധമാരുടെ ലോകമാണല്ലോ. അപ്പൊ കുറച്ചും കൂടി അതിനകത്തേക്ക് ബിസിനസ് കയറ്റുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് നല്ല ലാഭമുണ്ട്. അതുകൊണ്ടല്ല, പലർക്കും ഇതിനകത്ത് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വന്ന് പെട്ടിട്ട് ആരെങ്കിലും ചെയ്യുന്നവരെ കളിയാക്കുന്ന രീതിയാണ്. ഒരുപാട് പേര് മിടുക്കന്മാരെ ആൾക്കാരെ ഡിമോറലൈസ് നമ്മുടെ കോളേജുകൾ വളരെ വ്യാപകമാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആൾ നമ്മുടെ ലത്തീഫ് സാർ തന്നെ, വേറെ ആരും തന്നെ. അതെ, സാറത്തിന്റെ വേറെ ആരും തന്നെ അനുഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ സാറ് അതിന്റെ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ശരിക്കും ഒരു വെറ്റിനറി ഹോമിയോപ്പതിക്ക് ഒരു അക്കാഡമിക് തലത്തില് ഒരു ഏറ്റവും നല്ല ഒരു ചുവട് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ളവർക്കെല്ലാം ഇപ്പൊ പല രീതിയിലുള്ള ഗവേഷണങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മുടെ IHK തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ അഗ്രികൾച്ചർ ഹോമിയോപ്പതി ഉണ്ട്. അപ്പം ന്യൂയോർക്ക മെനസസ് എന്ന ഡോക്ടർ നമ്മുടെ IFPHൽ വന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡില് വളരെ നല്ല രീതിയിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഈ പ്ലാന്റ്സ് വെച്ചിട്ട് അങ്ങനത്തെ ട്രയലൊക്കെ നടത്തിയിട്ട് ഒരുപാട് നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ വളരെ ഇമ്പാക്ട് ഉണ്ട്. നേരത്തെ മൃഗങ്ങളുടെ മനസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചൂരൽമലയിലെ ദുരന്തത്തിൽ കണ്ടു കാണും മൃഗങ്ങളുടെ മനസ്സെന്താണെന്നുള്ളത്, അല്ലേ? അതെ ഇതെന്താ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ, പിന്നെ ഞാൻ ഈ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഇപ്പൊ വീട്ടില് നമ്മൾ പറഞ്ഞില്ലേ, ഈ കുറ്റം ചെയ്തിട്ടുള്ള നായ്ക്കളുടെ ഒക്കെ ചില വികൃതികളുണ്ടോ. അവന് പിന്നെ അറിയാണ്ട് കുട്ടിയെ അനിയന് ഒരു പ്രാവശ്യം വീട്ടിലെ നായ തന്നെ അവൻ പിന്നെ എന്തോ അടികൊണ്ടിട്ട് മുറിഞ്ഞു. ഈ നായന്റെ വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സങ്കടം മനസ്സിലാവും. കാരണം നോക്കും, ഇതെല്ലാം ഈ നായന്റെ മുമ്പിൽ നിന്നാണ്. ഇവനിൽ എങ്ങനെയാണ് കരയാണോ സ്നേഹം കൊടുപ്പിക്കുക എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലാത്ത രീതിയിൽ വെപ്പാളപ്പെടുന്ന നായ്ക്കളെയൊക്കെ നമുക്ക് കാണാം. അതുപോലെ അങ്ങനെയുള്ള ധാരാളം വീഡിയോസ്, ഇതൊക്കെ എന്റെ സ്വന്തം അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. നായ്ക്കൾ അതുപോലെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇന്നെന്ത് പറ്റി ആർക്കും സംശയമില്ലാതെ എന്റെ സീനിയർ ഡോക്ടർമാരുണ്ടായിരുന്നല്ലോ കുറെ പേര് ഇതിലൊക്കെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാര്, ചെറിയ ചെറിയ അനുഭവങ്ങളുള്ള ആൾക്കാര്. അത് അല്പം ഇൻഹിബിഷൻ പൊതുവെ ഉണ്ടാകും എല്ലാവർക്കും. ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രശ്നം അങ്ങനെ പലർക്കും വരാം.
പിന്നെ ഈ മെഡിസിൻ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലേ, ആനയ്ക്കായാലും പശുവിനായാലും എല്ലാം ഒരേ ഡോസ് തന്നെയാണ്. അതിനകത്ത് അതെ 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 അതെ. വ്യത്യാസമൊന്നുമില്ല. കാരണം ജീവനെ സംബന്ധിച്ച അളവില്ലല്ലോ. ജീവൻ ഇല്ല അളവ്, ഇല്ല ഇല്ല. ജീവശക്തിക്ക് അളവില്ലാത്തൊരു നമ്മുടെ അതെ അതെ ഹോമിയോപ്പതി. അതാണ് ആ ഒരു ചിന്ത വേണം. പക്ഷെ ഈ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഈ പിന്നെ എന്താ പറയാ 2 കിൻഡൽ വലിപ്പമുള്ള ഈ പശുവിനാണോ ഇയാള് ആകെ ഒരു ഗ്ലോബ്യൂളും കൊണ്ട് മാറ്റാൻ പോകുന്നത് എന്ന ഒരു ചിന്ത വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. വേലപ്പൻപിള്ള സാറിനെ ക്ഷണിക്കാം. വേലപ്പൻപിള്ള സാറേ, ഇത് കേട്ടിട്ട് സാർ എന്ത് തോന്നുന്നു? ഹോമിയോപ്പതി ലവറാണ്. വേലപ്പൻപിള്ള സാറുണ്ടോ? ഉം. സാറേ അത് സംസാരിക്കും. പതിവ് പോലെ മനോജ് കുമാർ ഡോക്ടർ വളരെ വ്യത്യസ്തമായിട്ടാണ് എല്ലാം അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് കോമൺ സെൻസ് എല്ലാവരും ഉപയോഗിക്കേണ്ടത്. സ്കൂളിൽ പഠിച്ചതും അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ അവർ പഠിപ്പിച്ചു തരികയാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ എല്ലാവരും ഉപയോഗിക്കാത്തക്ക രീതിയിൽ കൂടുതൽ ആൾക്കാരെ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനകളുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ അവർ വരണമല്ലോ, അത് അവിടെ നിൽക്കട്ടെ. നമ്മളൊക്കെ ഉണ്ടാകാവുന്ന രീതിയിൽ ഈ ഹോമിയോപ്പതിയുടെ ഇങ്ങനെയുള്ള അത്ഭുതകരമായ കഴിവുകൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പൊതുജനങ്ങളെ അറിയിക്കുക. ഡോക്ടർക്കൊക്കെ അറിയാം, ഡോക്ടർമാർക്കെല്ലാം അറിയാമായിരിക്കും, പക്ഷേ പൊതുജനങ്ങൾ അറിയണമല്ലോ, നല്ല നമുക്ക് നമ്മുടെ കയ്യിൽ വരത്തുള്ളവർ. അതാണ് പ്രൊമോഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഡോക്ടർ മനോജ് സാറിന് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആദ്യത്തെ ഭാഗം കേൾക്കാൻ പറ്റിയില്ല, താമസം വന്നത്. അത് എനിക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇല്ല, എന്തായാലും യൂട്യൂബിൽ ഉണ്ടാകും. 2 ദിവസത്തിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ കാണുക, മറ്റുള്ളവർക്ക് പറയും കൂടെ ചെയ്യുക. സാറിന് സുഹൃത്തുക്കളെ പിന്നെ നമ്മൾ പറഞ്ഞ വെച്ചാലേ ഈ യങ്സ്റ്റേഴ്സിന് കുറച്ചുപേര് ഇങ്ങനെ ഒരു മേഖലയിലോട്ട്, കാരണം ഇതിനകത്ത് ഇപ്പൊ ശരിക്കും വെറ്റിനറി വെറ്റിനറി ഹോമിയോപ്പതി ഡോക്ടർമാര് കൂടുതൽ ആൾക്കാർ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ മൃഗചികിത്സനെ അവരെ എതിർക്കാനുള്ള ഒരു രീതി വളർന്നു വരും. ഇനി ഞങ്ങളെ മാത്രമാണ് വെറ്റിനറി ഇത് പഠിച്ചിട്ടുള്ളൂ, വെറ്റിനറി അനാട്ടമി ഇതൊക്കെ ഞങ്ങളല്ലേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇനി വെറ്റിനറി ഹോമിയോപ്പതി ഞങ്ങളെ ചികിത്സിക്കാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് സർക്കാർ ആശുപത്രിയിൽ വെറ്റിനറി മെഡിസിൻ കൊടുക്കാൻ പാടില്ലല്ലോ. കാരണം അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിപ്പോ സർക്കാർ ആശുപത്രി കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ പഞ്ചായത്ത് തന്നെ വേറെ വെറ്റിനറി ആശുപത്രി ഉണ്ട്. അപ്പൊ മുമ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ നിന്ന് പിന്നെ പശുവിന് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ പശുവിന് മരുന്ന് കൊടുക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പൊ അവസാനം ചെയ്യുന്ന വെച്ചാല് ഇത് വെറ്റിനറിക്കാർ പ്രശ്നം ഉണ്ടാക്കി. അവരത് പിന്നെ നിർത്തലാക്കേണ്ട, അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വെറ്റിനറി പഠിച്ചത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് എന്താ മെഡിസിൻ കൊടുക്കേണ്ടതെന്ന് അറിയാം എന്നുള്ള രീതിയിലായി. അല്ലെങ്കിൽ വെറ്റിനറി ഹോമിയോപ്പതി അവർ ചെയ്തോളൂ എന്നുള്ള രീതിയിലായി. അപ്പൊ അതുകൊണ്ട് ഏറെ താമസിക്കാതെ വെറ്റിനറി ഹോമിയോപ്പതി ഇല്ലാണ്ടായി വരും, അവർ തന്നെ ചികിത്സിക്കുന്ന അവസ്ഥ വരും. പക്ഷെ അതിനു മുമ്പ് ഞാൻ പുതിയ യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ നാട്ടിൻപുറത്തോ മറ്റുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ധൈര്യപൂർവ്വം വെറ്റിനറി ഹോമിയോപ്പതി നോക്കൂ. കാരണം നേരത്തെ പറഞ്ഞു പറഞ്ഞ ഈ മനുഷ്യനേക്കാൾ കൂടുതൽ പൈസ മുടക്കും ഒക്കെ ചികിത്സയ്ക്ക് ഒക്കെ പിന്നെ ഉപയോഗിക്കാവുന്നതും, നേരത്തെ പറഞ്ഞല്ലേ ഈ മൃഗങ്ങൾ ആരും വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യുകയില്ല, മരുന്ന് കഴിച്ചിട്ട് ഭരിച്ചില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കും, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. എല്ലാം കിട്ടുന്നത് നമുക്ക് ക്രെഡിറ്റ് ചെയ്യായിരിക്കും, റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഏകദേശം നമുക്ക് നല്ല ഉറപ്പാണ് താനും. അതെ. ദോഷോട്ട് വരികയില്ല. അതെ, ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് വെറും ഭംഗി വാക്കായിട്ട് മാറും ഹോമിയോപ്പതി ഇല്ലാന്നുണ്ടെങ്കിൽ. ആന്റിബയോട്ടിക്കുള്ള അങ്ങനെ ഒരുപാട് ഇല്ല. അത് മാത്രമല്ല പറയുന്നത്, ഈ മനുഷ്യരുടെ 5 ടൈംസ് ക്വാണ്ടിറ്റി വേണം ആന്റിബയോട്ടിക് ഒക്കെ ആണെങ്കിൽ. അപ്പൊ വലിയ ഡോസിൽ കൊടുക്കേണ്ടി വരും. പിന്നെ മെഡിസിൻ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. മുസ്തഫ സാറ് പറയുന്നത് ഈ പോത്തിനൊക്കെ മരുന്ന് കൊടുക്കാൻ ഇഞ്ചക്ഷൻ എടുത്ത് ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചവിട്ടുമെന്നാണ് പറയുന്നത്, രക്ഷ ഉണ്ടാവില്ലെന്നാണ്. അപ്പൊ അത്രത്തോളം ഇവര് സ്പ്രേ ചെയ്യാണ് ചെയ്തത്. മെഡിസിൻ ശരിക്കും സ്പ്രേ സ്പ്രേ. ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മുടെ ഇൻഫെക്ഷൻ, ഞാൻ അതിന് അടുത്ത ദിവസം ക്ലാസ്സിനകത്ത് പറയാം. ഇപ്പൊ ഇൻഫെക്ഷൻസ് വരുന്ന കണ്ടീഷനകത്ത് ഈ അൾസറേഷൻസ് വരുന്നതായിരിക്കും. ഇപ്പൊ ഈ മാസ്റ്റൈറ്റിസ് പുഴുവൊക്കെ വരുമല്ലോ. അപ്പൊ ഞാനിതൊക്കെ ഈ സെൽഫ് ഡെവലപ്പ് ചെയ്തതാണ്. ഇത് എങ്ങനെ കൊടുക്കണം, അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആരും അന്നൊന്നും ഗൈഡ് ചെയ്യാനില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ നടത്തി ഏതിൽ കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. ഇപ്പൊ ആണ് ഈ സ്പ്രേസ് മേടിക്കാൻ കിട്ടും. ഇപ്പൊ നമ്മുടെ ഹോമിയോപ്പതി തന്നെ ചില കമ്പനിക്കാരുടെ ഇപ്പൊ പിന്നെ ബേൺസിനൊക്കെ ഉള്ളതില്ലേ, കാന്താരിസ് സ്പ്രേ കിട്ടുന്നുണ്ട്, ബെൽഡോണ സ്പ്രേസ്, ഐ മീൻ കാലഡുല സ്പ്രേ, ആർണിക്ക സ്പ്രേ, ഇതെല്ലാം കിട്ടും. അപ്പൊ അതുപോലെ ഈ സെപ്റ്റൈഡ് എന്ന് പറഞ്ഞ മറ്റേ വാക്സിന്റെ മറ്റേ തോന്നുന്നു ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ വന്ന് പഴുത്തു കഴിഞ്ഞാൽ ഈ പശുവിനെ അതിന്റെ അടുത്തേക്ക് നമ്മൾ അടുപ്പിക്കില്ല, ഇപ്പൊ കൂളായിട്ട് സ്പ്രേ ചെയ്യും. ആദ്യകാലത്ത് ഞാൻ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഈ പിന്നെ വലിയ 30 ml ഒക്കെ സിറിഞ്ച് മേടിക്കാൻ കിട്ടും. സിറിഞ്ചിനകത്ത് ടിഞ്ചർ മേടിച്ചിട്ട്
ഈ മാഗറ്റ്സ് ഒക്കെ പുഴു വന്നിരിക്കുന്ന അൾസറിനേഷനൊക്കെ നമ്മൾ ഇഞ്ചക്ട് ഇതുകൊണ്ട് ചീറ്റിക്കുകയും ചെയ്യാം. പിന്നെ അത് സ്പ്രേസ് കിട്ടും. ഇപ്പൊ നമ്മുടെ എന്താണ് ഹാൻഡ് വാഷ് ഒക്കെ നമ്മുടെ ഈ സാനിറ്റൈസർ വന്നതിന് ശേഷം എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ സ്പ്രെയർ കിട്ടുമല്ലോ. അപ്പൊ ഇതിനകത്ത് മരുന്ന് കഴിക്കുക, സുഖമായിട്ട് സ്പ്രേ ചെയ്യാം. പുല്ലിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള കുഴപ്പമില്ല. കൊടുക്കാനൊക്കെ താരതമ്യേന ഇപ്പൊ എളുപ്പമാണ്. അതെ, അഡ്മിനിസ്ട്രേഷൻ എളുപ്പമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്താ പറയാ, സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുകയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പാലിന്റെ പ്രൊഡക്ഷൻ കുറവില്ല, ക്വാളിറ്റി കൂടുന്നു. അങ്ങനെ ധാരാളം ഗുണങ്ങൾ ഹോമിയോപ്പതി വളരെ ചെയ്യാൻ കഴിയും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ആയി കഴിയുമ്പോഴത്തേക്ക് അവകാശികൾ വേറെ വരും എന്നുള്ളതാണ്. അവകാശം യാതൊരു സംശയം വേണ്ട. കാരണം ഇവര് കഴിക്കുന്ന പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ മിൽമേന്റെ പാല് പുറത്ത് വെച്ച കേടാവില്ലാത്ത 15 ദിവസം പുറത്ത് വെച്ച കേടാവില്ലാത്ത പാൽ അവരുണ്ടാക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ അവർ പറയുന്നു, അന്നൊരു ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഒരാൾ മിൽമ കമ്പനിക്കാരനൊരു കേസ് കൊടുത്തതെന്ന് വെച്ചാൽ പാല് കേടാവുന്നില്ല, കേടാവാത്ത പാല് ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അവർ ചോദിക്കുന്നത് കേടാവില്ലാത്തതാണ് ഇപ്പൊ കുഴപ്പം. കാരണം പാല് എത്ര ദിവസം ആയിരുന്നാലും കേടാവില്ല, അത്രയധികം ആന്റിബയോട്ടിക്സ് അതിനകത്ത് ചേർത്തിരിക്കുന്നു. ഇതെല്ലാം ശരിക്കും പിന്നെ അസ്റ്റേരിയ റൂബൻസ് ആർ ബെസ്റ്റ് മെഡിസിൻ ഫോർ നോട്ട്സ്. ഓക്കെ, പിന്നെ ഇത്രയും നമ്മൾ ഇത് ഈ മനുഷ്യന് തന്നെ ഈ തിരിച്ച് ഇപ്പൊ DDT കൊടുത്തു കഴിഞ്ഞാൽ അത് മനുഷ്യപാലിൽ ശരീരത്തിൽ എത്തുന്നത് പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഹോമിയോപ്പതി മെഡിസിൻസ് ആവുമ്പോൾ. അതിന് കുഞ്ഞു നമുക്ക് പാലിന്റെ പ്രശ്നം വരുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസുകളാണ്. അതിന്റെ ഇറച്ചി വിലയും കിട്ടൂല, കാരണം അത് പെട്ടെന്ന് മെലിഞ്ഞു ഉണങ്ങിപ്പോകും. ഭയങ്കര രോഗമാണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്റ്റംബർ എന്നൊക്കെ പറഞ്ഞാൽ പട്ടിക്ക് വരുന്നൊരു രോഗമുണ്ട്. അതല്ല അവര് പട്ടിനെ കൊന്നുകളയുക ചെയ്യാം. പക്ഷെ നമ്മുടെ മെഡിസിൻ, നമ്മുടെ സ്ട്രിച്ചിനൊക്കെ എനിക്ക് ആദ്യം 1-2 കേസുകളാണ് മാത്രമേ ഫെയിലിയർ ആയുള്ളൂ. പിന്നെ ഞാൻ കംപ്ലീറ്റ് സിംറ്റം, ഇപ്പൊ നമുക്ക് അതിന്റെ അനാട്ടമി ഒന്നുമില്ല, നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ പോയി നെറ്റുള്ളതുകൊണ്ടുള്ള ഗുണം അത് നമ്മൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിനകത്തുള്ള സിംറ്റംസും എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. മെഡിസിൻസ് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഡോക്ടറെ നെറ്റ് പ്രോബ്ലം ഉണ്ട്, കൊല്ലുമില്ല, അത് വേറെ കാര്യം. അപ്പൊ ഇതുപോലെ ഭാഗമായിട്ട് പിന്നെ മൃഗങ്ങളെ കൊന്ന് ഒഴിവാക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും പ്രിവെന്റീവ് ആയിട്ടുള്ള അതിന്റെ മെഡിസിൻസ് ഉണ്ട്. ഹലോ, ഡോക്ടർ നെറ്റ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്ന, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് ബാക്കി നാളെ അടുത്ത ദിവസം തുടരാം. ഡോക്ടർ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. കേൾക്കാം. ഓക്കെ, നമുക്ക് നന്ദി പറയാനായിട്ട് ഡോക്ടർ മറിയാമ്മ ജോൺ, പഴയ DMO കൂടിയാണ്. വളരെ ഭംഗിയായി നന്ദി പറയാൻ അറിയാവുന്ന മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? മറിയാമ്മ ഡോക്ടർ ഉണ്ടോ? ഇത് കേട്ടിരുന്ന് ഉറങ്ങിപ്പോയെന്ന് സംശയമുണ്ട്. എന്തായാലും വേലപ്പ സാറിന് ഇരിക്കാം. വേലപ്പ സാറേ, നന്ദി പറയാം സാർ. ഓക്കെ, താങ്ക് യു സാർ. ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് നേരത്തെ ഓർത്തിട്ടുള്ള കാര്യമാണ്, ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന ആലപ്പുഴയിലും ഉള്ള ഉണ്ടല്ലോ, താറാവുകളെല്ലാം കൊല്ലുകയാണല്ലോ, അതിന് ചികിത്സയില്ലല്ലോ. അത് നമുക്കൊരു ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കൂടി, അങ്ങനെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ഉടനെ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ അവരെയും അടുത്ത കൊല്ലം എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളോട് നോട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ ഹസ്ബൻഡ് ആ ഡിപ്പാർട്ട്മെന്റും കൂടെ സഹകരിച്ചാൽ മാത്രമേ നടക്കൂ. ഒരു കമ്മ്യൂണിറ്റി ഇറക്കുകയും സാർ നമുക്കറിയാമല്ലോ, നമ്മൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്താൽ ആ കർഷകർ രക്ഷപ്പെട്ടു പോകുമല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. നമ്മുടെ IFPHന്റെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പറഞ്ഞു, കൂടാതെ നമ്മുടെ ഇന്ന് കാസർഗോഡ് ഡോക്ടർ മനീഷ് സാറിനും ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച അതിന് ഭാരവാഹികൾക്കും കേട്ടിരുന്ന എല്ലാവർക്കും പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഇതോടുകൂടി നമ്മുടെ 1478 ദിവസത്തെ പരിപാടിയോട് അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നേരുന്നു. സുഖനിദ്ര, ശുഭരാത്രി. ഓക്കെ, താങ്ക് യു ഡോക്ടർ.